എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. എൻ്റെ പേര് മരിയ കുര്യൻ. ടോസ് അക്കാഡമിയിൽ കോച്ചിങ് ക്ലാസ്സുകളിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും എന്നെ അറിയാമായിരിക്കാം. ടോസ് അക്കാഡമിയുടെ ജനറൽ പേപ്പറിന്റെ സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. യൂട്യൂബിലും നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ അടുത്ത ദിവസം സെറ്റ് പരീക്ഷയാണല്ലേ. 2024 ജാനുവരി 21 നടക്കാൻ പോകുന്ന സെറ്റ് പരീക്ഷയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടോസ് അക്കാഡമിയിലെ പെയ്ഡ് കോഴ്സിലെ കോച്ചിങ് സ്റ്റുഡൻസിനും അതോടൊപ്പം നമ്മുടെ ഫ്രീ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും ആദ്യമായി തന്നെ നേരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന് റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കോച്ചിങ് ക്ലാസ്സിലേക്ക് കടന്നു വന്ന എല്ലാവരും നിങ്ങളുടെ ഫൈനൽ പ്രിപ്പറേഷനിലാണ്. കോച്ചിങ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ പോയ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടോസ് അക്കാഡമി യൂട്യൂബ് ഫ്രീ സെഷൻസ്, ടെലഗ്രാം ഫ്രീ സെഷൻസ്, ഹാൻഡ് ബുക്ക് സീരീസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതെല്ലാം പ്രയോജനപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ എക്സാമിന് വേണ്ടി നടത്തിയ ഹാർഡ് വർക്ക് നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരട്ടെ എന്നുള്ള കാര്യവും ആശംസിക്കുന്നു. ഞാൻ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു അല്ലേ. കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് എല്ലാം ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് ഹാർഡ് വർക്ക്. അല്ലെങ്കിൽ തന്നെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ള ഒരു വാക്കായിരിക്കും ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. സക്സസ്ഫുൾ ആകാൻ ഹാർഡ് വർക്ക് വേണം. ഹാർഡ് വർക്ക് മാത്രം പോരാ, ചെയ്യുന്ന ആ ഒരു കഠിനാധ്വാനം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത് ആ റിസൾട്ട് വരെ എത്തി നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ ഹാർഡ് വർക്കും അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും രണ്ടും ഫൈനൽ സക്സസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. ചിലര് 1-2 വട്ടം ട്രൈ ചെയ്ത് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തുന്നവരുണ്ട്. അങ്ങനെ നിർത്തരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ സാഹചര്യങ്ങൾ പലതായിക്കോളാം. നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിയും PGയും BEdും ഒക്കെ കഴിഞ്ഞ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ മോശമായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. മക്കള്, ജോലി തിരക്ക്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഇതിനെയൊക്കെ മറികടന്നാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും 1-2 തവണ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റിയില്ല എന്നോർത്ത് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. വീണ്ടും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഫൈനൽ ഗോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വരെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും രണ്ടും ഒരുപോലെ വിജയിക്കാൻ അനിവാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫേറ്റൽ. നെവർ ലെറ്റ് സക്സസ് ഗെറ്റ് ഇൻ യുവർ ഹെഡ്, നെവർ ലെറ്റ് ഫെയിലിയർ ഗെറ്റ് ഇൻ യുവർ ഹാർട്ട്. നിങ്ങൾ സക്സസ്സിൽ, വിജയത്തിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. അതോടൊപ്പം പരാജയങ്ങളിൽ നിങ്ങൾ മനസ്സുമടുത്ത് പിന്നോട്ട് പോവുകയും ചെയ്യരുത്. ഈ 2 കാര്യങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ടോസ് അക്കാഡമിയുടെ എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ജനറൽ പേപ്പറിന്റെ സൂപ്പർ മെഗാ റാപ്പിഡ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഇതാ എത്തി നിൽക്കുന്നത് 2024 സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റാപ്പിഡ് റിവിഷൻ ക്ലാസ്സിലാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ സെറ്റിന്റെ ജനറൽ പേപ്പറിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ആയിട്ടുള്ള ജനറൽ ഇംഗ്ലീഷ്, ജനറൽ മാത്സ്, GK, ജനറൽ സയൻസ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോസ് അക്കാഡമിയുടെ പ്രീവിയസ് യൂട്യൂബ് സെഷൻസിലും ഹാൻഡ് ബുക്കിലും തന്നിരിക്കുന്ന മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഫിലോസഫി, സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ICT പോലുള്ള സെഷൻസിന് ഉള്ള റെഫറൻസ് കിട്ടിയിട്ടുണ്ടാകും. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ട ഒരു ഏരിയ ആയിട്ടുള്ള ജനറൽ പാർട്ടിൽ നിന്നുമുള്ള റാപ്പിഡ് റിവിഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ടോസ് അക്കാഡമിയിൽ പെയ്ഡ് കോച്ചിങ് എടുത്തിരിക്കുന്ന അനേകം സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും വളരെ ഊർജിതമായി തന്നെ അടുത്ത ദിവസത്തെ സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ടാസ്ക് ആണ്. 20-നടുത്ത് ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദിക്കാം. ടോസ് അക്കാഡമിയിൽ പെയ്ഡ് കോച്ചിങ് എടുക്കുമ്പോൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാക്സിമം കറണ്ട് അഫയേഴ്സ് നമ്മൾ വളരെ ഷോർട്ട് ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 2023 കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ പ്രധാനമായ ഒരു ജൂൺ, ജൂലൈ തുടങ്ങി ഒരു നവംബർ ലാസ്റ്റ് വീക്ക് വരെയുള്ള കറണ്ട് അഫയേഴ്സ് എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം 2023 കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ സെറ്റ് എക്സാമിന് ചോദിച്ചിരുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രമാണ്. അതായത് ഈ അവാർഡുകൾ, ഈവന്റ്സ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു 1-2 റീസെന്റ് ഇയേഴ്സ് ആയിട്ട്
ചില ഏരിയാസിൽ കൂടി കറണ്ട് അഫയേഴ്സ് കടന്നു ചെല്ലുന്നതായിട്ടുണ്ട്. അതായത് ഇതിന്റെ മെയിൻ കാരണം ടോസ് അക്കാഡമി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഫൈനൽ റാപ്പിഡ് റിവിഷൻസിൽ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് ഒക്കെ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ സെയിം റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു രീതി കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തയ്യാറാക്കുന്നവര് ഒരു ട്രെൻഡ് മാറ്റിപ്പിടിക്കുന്ന ഒരു ശീലം ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ അവരങ്ങനെ ക്വസ്റ്റ്യൻസ് മാറ്റുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. നമ്മുടെ കോച്ചിങ്ങിനൊക്കെ വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ മന്ത്ലി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമ്മുടെ ചന്ദ്രയാൻ 3 പറ്റിയാണ് ആദ്യം നോക്കുന്നത്. 2023 രാജ്യം ഉറ്റുനോക്കിയ ചാന്ദ്ര ദൗത്യം വിജയകരമായി 3ാമത്തെ ചാന്ദ്ര ദൗത്യവും ISRO കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചാന്ദ്രയാൻ 1 പറ്റിയും 2 പറ്റിയുമുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കടന്നു വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ആദ്യമായി തന്നെ നമ്മൾ ചാന്ദ്രയാൻ 3 ഇത് ലോഞ്ച് ചെയ്ത സമയം ഡേറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലോഞ്ച്ഡ് ഓൺ 14th July 2023. 3ാമത്തെ ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ ആണ് എന്നുള്ള കാര്യം പഠിക്കുക. അപ്പൊ ഈ ചാന്ദ്രയാൻ 3 പഠിക്കുമ്പോൾ ഇതിലെ മറ്റു ഭാഗങ്ങള് ഫ്യൂവല് വെയിറ്റ് ഇതൊക്കെ പഠിക്കാനായിട്ടുണ്ട്. 2019 ചാന്ദ്രയാൻ 2 മിഷനിലെ പോലെ തന്നെ അതിനൊരു ലൂണാർ ലാൻഡർ ഉണ്ട്, അതിന്റെ പേര് വിക്രം എന്നാണ്. അതുപോലെ തന്നെ ലൂണാർ റോവർ ഉണ്ട്, അതിന്റെ പേര് പ്രാഗ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ ചാന്ദ്രയാൻ 2 ഇതേ സെറ്റപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അടുത്തൊരു പോയിന്റ്, ദ മിഷൻ ലൈഫ് ഓഫ് ദ ലാൻഡർ according to ISRO authorities is 1 lunar day which is equivalent to 14 days on Earth. The chosen launcher for Chandrayaan 3 is GSLV Mk3. അതായത് ചാന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാഹനത്തിന്റെ പേരാണ്, റോക്കറ്റിന്റെ പേരാണ് GSLV Mk3 അല്ലെങ്കിൽ LVM3 എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ബാഹുബലി റോക്കറ്റ് എന്നുള്ള പേരിൽ നെയിമിലും അറിയപ്പെടുന്നുണ്ട്. GSLVയുടെ ഫുൾ ഫോമും GSLV Mkയുടെ ഫുൾ ഫോമും LVMന്റെ ഫുൾ ഫോമും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ദെൻ ടോട്ടൽ വെയിറ്റ് ഓഫ് ചാന്ദ്രയാൻ 3 is 3900 കിലോഗ്രാം ആണ്. The propulsion module alone weighs to 148 kg and the lander and the rover are both in the lander module which weighs 1752 kg. അപ്പൊ ഇങ്ങനെ തിരിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ പോലുള്ള അക്കാഡമിക്കാർക്കൊക്കെ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കോട്ട് ചെയ്ത് പഠിപ്പിക്കുമെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ മാറ്റി അതിനുള്ളിലേക്ക് വന്ന ചോദ്യങ്ങൾ ചോദിക്കാനും ചാൻസ് ഉണ്ട്. ചാന്ദ്രയാൻ 3 mission was headed by Dr. Ritu Karidhar Shivashastava. The objective of this mission is to explore the south pole of the moon. ഇത് നോക്കുക, ചന്ദ്രന്റെ സൗത്ത് പോളിനെ ലക്ഷ്യമാക്കി വന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. Chandrayaan 3 is all set to make a soft and successful landing on the south polar region of the moon around 6:04 PM on 23rd August 2023. ഭൂമിയിൽ നിന്നും ഇത് ലോഞ്ച് ചെയ്തത് 14 ജൂലൈ 2023 ആണെങ്കിൽ ഇത് സൗത്ത് പോളാർ റീജിയനിൽ ലാൻഡ് ചെയ്തത് 23 ഓഗസ്റ്റ് 2023. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കണം. പിന്നെ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് നോക്കേണ്ടതായിട്ടുണ്ട്. കണ്ടക്ട് ഹൈ റെസൊല്യൂഷൻ മാപ്പിംഗ് ഓഫ് ദ ലൂണാർ സർഫേസ് എന്നതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഏത് ഭാഗത്താണ് ലോഞ്ച് ചെയ്തത്, ഇത് ലാൻഡ് ചെയ്തത് സൗത്ത് പോളാർ റീജിയനിലാണ്. ദെൻ ചാന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്, SDSC ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ഇത് ലാൻഡിംഗ് പോയിന്റ് നമ്മൾ പഠിച്ചു, സൗത്ത് പോളാർ റീജിയൻ ആണ് ലാൻഡ് ചെയ്തതെന്ന് പഠിച്ചു. ആ ലാൻഡിംഗ് പോയിന്റ് ശിവശക്തി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതോടൊപ്പം നിങ്ങൾ ഇതിന് മുമ്പത്തെ ചാന്ദ്രയാൻ മിഷന്റെ ലാൻഡിംഗ് പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കണം. ദെൻ നമ്മൾ ഈ 2023 എന്ന് പറയുന്നത് ഇതുപോലുള്ള സയൻസിന്റെ സക്സസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ കോച്ചിങ്ങിന് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് NISAR മിഷൻ എന്ന് പറയുന്നത്. ഒരു എർത്ത് ഒബ്സർവിംഗ് സാറ്റലൈറ്റ് ആണ്. അതിന്റെ ഫുൾ ഫോം നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് ലൂണാർ മിഷൻ ആദിത്യ L1, ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ചോദ്യം 100% ഉറപ്പാണ് എന്നുള്ളതിൽ ഒരു ഡൗട്ടുമില്ല. നമ്മുടെ ടോസ് അക്കാഡമിയിൽ 2024 ജൂലൈയിലേക്കുള്ള ബാച്ച് ഓപ്പൺ ചെയ്ത കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. സെറ്റ് എന്ന് പറയുന്ന പരീക്ഷ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത് പാസ്സാകാതെ വരുന്ന വർഷങ്ങളിൽ ടീച്ചിങ് ഫീൽഡിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എത്ര പേർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും അറിയാമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇവിടേക്ക് കടന്നു വരുന്ന സ്റ്റുഡൻസ് അത്രമാത്രം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നവരാണ്. കാരണം ഇത് പാസ്സായാലേ ടീച്ചിങ് ഫീൽഡിൽ കാര്യമുള്ളൂ എന്നാണ് എല്ലാവർക്കും അത്യാവശ്യം നിങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. 2026, 27 വർഷങ്ങള് സെറ്റ് പോലൊരു എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന, അതിന്റെ ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന വർഷമാണ്. കാരണം അടുത്ത HSST-കൾ വരുന്ന വർഷം, പിന്നെ അതുപോലെ തന്നെ ഈ പുതിയ വിദ്യാഭ്യാസ നയങ്ങളൊക്കെ വരുമ്പോൾ സെറ്റ് പോലുള്ള എക്സാം അതിന്റെ ഡിമാൻഡ് ഭയങ്കര തീവ്രമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെറ്റ് പരീക്ഷ പാസ്സാവണം. ഒരു വർഷത്തിൽ 2 പരീക്ഷയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത ചാൻസ് മാറ്റി വെക്കാൻ ഒത്തിരി കാര്യങ്ങളില്ല. മാസം നടക്കുന്ന എക്സാം ഒന്നും അല്ല ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. സെൽഫായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, അതിനൊരു പരിധിയുണ്ട്. കാരണം എത്രമാത്രം നിങ്ങളെ കൊണ്ട് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് എത്ര പ്രിപ്പയർ ചെയ്താലും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതുപോലെ ബുദ്ധിമുട്ടേറിയ ഒരു പരീക്ഷ പാസ്സാവണമെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ബാച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് 100-ലധികം മോക്ക് ടെസ്റ്റുകൾ ഓഫർ ചെയ്തുകൊണ്ടാണ്. അതിൽ ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓരോന്നിനും 50-ൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ, ഒരുപാട് ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന രീതിക്ക്, അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളുടെ ക്വസ്റ്റ്യൻസ്, സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്, നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഡിസ്കഷൻ, അതുപോലെ തന്നെ നമ്മൾ ഈ തരുന്ന സെറ്റിന്റെ കണ്ടന്റ് പഠിക്കുന്നവർക്ക് UGC CSIR നെറ്റിന് വേണ്ടിയിട്ടുള്ള ബേസ്മെന്റ് പ്രിപ്പറേഷൻസിനും, അതുപോലെ തന്നെ ഇപ്പൊ സയന്റിഫിക് ഓഫീസർ അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. അതുപോലുള്ള എക്സാമുകൾക്ക് നമ്മളുടെ അടുത്ത് നിന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ് ഈ ഒരു ബേസ്മെന്റിൽ തന്നെയാണ് അതിന് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ തന്നെ പഠിക്കുന്ന ഒരുപാട് പേര് ജനറൽ PSC-കൾക്ക് ഈ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഒരു കോംപ്ലിമെന്ററി ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ കോച്ചിങ്ങിൽ വരുന്നുണ്ട്. PDF നോട്ടുകൾ, റെക്കോർഡഡ് സെഷൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ടൈം ഇഷ്യൂ ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിക്കോട്ടെ, ഫ്ലെക്സിബിൾ ടൈമിൽ അറ്റൻഡ് ചെയ്യാം. ലാസ്റ്റ് റിവിഷൻ ടൈമിൽ ലൈവും നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് നിങ്ങൾക്ക് പേഴ്സണൽ കോൺടാക്റ്റിൽ ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടാകും. 2010 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ക്ലാസ്സിലും നോട്ടിലും എക്സാമുകളിലുമായിട്ട് ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ടാകും. അഫോർഡബിൾ ഫീസ് ആണ്, അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റിൽ പേ ചെയ്യാൻ പറ്റും. ജനറൽ പേപ്പറിനും സബ്ജക്ട് പേപ്പറുകൾക്കും കോച്ചിങ് ക്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവര് 75 10 15 5 4 8 5 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നാളത്തെ എക്സാം എഴുതി കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് തോന്നിയാൽ ഉടനെ തന്നെ കോച്ചിങ് എടുക്കുക. കോച്ചിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പാസ്സാകാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു 6 മാസം സെറ്റിന് വേണ്ടി മാത്രം മാറ്റി വെച്ചാലേ നിങ്ങൾക്ക് സെറ്റ് പോലുള്ള എക്സാം പാസ്സാകാനായിട്ട് പറ്റുള്ളൂ. കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുമ്പോൾ എല്ലാം നിങ്ങളുടെ അടുത്ത് നമ്മൾ എത്തിച്ചു തരും. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ഉണ്ടാകും. അപ്പോൾ ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ കോച്ചിങ് എടുത്ത് പാസ്സാകാനായിട്ട് ശ്രമിക്കുക. എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഏരിയ ആണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. 2023 നോബൽ പ്രൈസ് എന്ന് പറയുന്നത്, അത് ആർക്കൊക്കെ കിട്ടി, ഏതൊക്കെ വിഭാഗത്തിനാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോബൽ പ്രൈസ് പഠിക്കുമ്പോൾ അതിൽ ഈ പാശ്ചാത്യരുടെ പേരുകൾ കടന്നു വരുന്നതുകൊണ്ട് ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കോഡ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം, അത് 3 പേര് പങ്കെടുക്കുകയാണ് ഉണ്ടായത്. ഒന്നാമത്തേത് അമേരിക്കൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള പിയറി അഗസ്തിനി, രണ്ടാമത്തേത് ഹംഗേറിയൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള ഫെറൻ ക്രാസ്, മൂന്നാമത്തേത് സ്വീഡിഷ് ഫ്രാൻസിലെ ഫേമസ് ഫിസിസ്റ്റ് ആയിട്ടുള്ള ആൻ ലൂയിയെ. ഇവർക്ക് 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പേര് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പ്രൊനൗൺസിയേഷനും സ്പെല്ലിങ്ങും എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ കണക്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഇവർക്ക് എന്തിനാണ് കിട്ടിയതെന്ന് നോക്കാം. പ്രകാശത്തിന്റെ
സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയ 3 ശാസ്ത്രജ്ഞരാണ് ഇവര്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്കവറിക്ക് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ദാറ്റ് ജനറേറ്റ് ആറ്റോസെക്കൻഡ് പൾസസ് ഓഫ് ലൈറ്റ് ഫോർ ദ സ്റ്റഡി ഓഫ് ഇലക്ട്രോഡൈനാമിക്സ് ഇൻ മാറ്റർ. അപ്പൊ ഈ ഒരു വിഭാഗത്തിലാണ് അവർക്ക് ഇതിന്റെ പരീക്ഷണങ്ങൾ നടത്തിയതിനാണ് പുരസ്കാരം കിട്ടിയത്. ഇനി കോഡിലേക്ക് കടക്കാം. ഫിസിക്സ് എന്ന് പറയുമ്പോൾ അത് പ്രകാശവും ലൈറ്റ് ഒക്കെ ആയിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഫിസിക്സിലെ നോബൽ പ്രൈസ് പ്രകാശവുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം ജനറലി നിങ്ങൾ ഓർക്കുക. ഇനി അടുത്തത് പേരുകളിലേക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പോവാം. അപ്പൊ ഫിസിക്സ് ക്ലാസ്സിൽ നടന്നൊരു സംഭവമാണ്. ഫിസിക്സ് ക്ലാസ്സിലിരുന്ന ഫ്രാൻസുകാരിയായിട്ടുള്ള ആനി നന്നായിട്ട് വിശന്നു. ആനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ അവിടെ കിടന്ന കാക്ക കൊത്തി ഒരു പിയർ ഫ്രൂട്ട് കഴിച്ചു. പിയർ ഫ്രൂട്ട് എന്താണെന്ന് അറിയാം. ഇതാണ് നമ്മുടെ ഓർത്ത് വെക്കാനുള്ള കാര്യം. ഫിസിക്സ് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഫ്രാൻസുകാരിയായ ആനി എന്ന് പറയുമ്പോൾ ഓപ്ഷനിലെ ആനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ് ചെയ്തത്? വിശന്നപ്പോൾ കാക്ക കൊത്തിയ പിയർ കഴിച്ചു. വിശപ്പ്, കാക്ക, ഇത് രണ്ടും കണക്ട് ചെയ്ത് വിശപ്പിന്റെ ഹംഗറി, അത് കാക്കയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ക്രോ. അപ്പൊ ക്രോ എന്ന് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെല്ല് പ്രൊനൗൺസ് ചെയ്യുന്ന എന്തോ ഒന്ന് ഓപ്ഷനിൽ ഉണ്ടെന്ന് ഓർക്കുക. അപ്പൊ നമ്മുടെ ഫെറൻ ക്രോസിനെയാണ് ക്രോ എന്ന് പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പിന്നെ പിയർ ഫ്രൂട്ട് കഴിച്ചു. പിയർ എന്ന് പറഞ്ഞൊരു വാക്കും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് ഫിസിക്സിലെ ക്ലാസ്സിലെ ആനീനെയൊക്കെ ഓർത്തെടുക്കുക. അപ്പൊ എന്താണ് നമ്മുടെ ഇത് കോഡ് എന്ന് പറയുന്നത്? ഫിസിക്സ് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഫ്രാൻസുകാരിയായ ആനിക്ക് സഹിക്കാൻ പറ്റാത്ത വിശപ്പ് വന്നു. വിശന്നപ്പോൾ അവള് കാക്ക കൊത്തിയതാണെങ്കിൽ ഒരു പിയർ ഫ്രൂട്ട് എടുത്ത് കഴിച്ചു. അപ്പൊ ഇത്രയും ഓർത്ത് നിങ്ങൾ ഓപ്ഷൻസ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഈ കോഡ് ഓർക്കുക. അതിലെ വേർഡുകൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കണക്ട് ചെയ്ത് നോക്കുക. അടുത്തത് രണ്ടാമതായിട്ട് രസതന്ത്രത്തിലെ നോബൽ പുരസ്കാരം ക്വാണ്ടം ഡോട്ടിന്റെ ഡിസ്കവറിക്കും അതിന്റെ സിന്തസിസിനുമാണ് കിട്ടിയത്. ആർക്കൊക്കെ കിട്ടിയെന്ന് നോക്കാം. മൗങ്കി ജി ബവേണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ എക്കിമോസ്, ഇവർക്കാണ് കിട്ടിയത്. നിങ്ങൾ ഷോർട്ടായിട്ട് MLA എന്ന് ഓർക്കുക. MLA കെമിസ്ട്രി MLA എന്ന് ഓർക്കുക. M ഫോർ മൗങ്കി, L ഫോർ ലൂയിസ്, A ഫോർ അലക്സി. കെമിസ്ട്രി ക്വാണ്ടം ഡോട്ട് MLA. M ഫോർ മൗങ്കി എന്ന് ഓർക്കുക എളുപ്പമാണ്. നിങ്ങൾ ഒരു കുരങ്ങനെ ഓർക്കുക. L ഫോർ ലൂയിസ് എന്നാണ് ലയൺ ഓർക്കുക. A ഫോർ അലക്സി. നമ്മുടെ നെക്സ്റ്റ് സെഷൻ വരുന്നത് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് GK സെഷനിലോട്ടാണ്. ആ ക്ലാസ് എടുക്കുന്ന അലക്സാറാണ്. നിങ്ങൾ ആ അലക്സാറിന്റെ പേര് ഓർത്താലും മതി. ഓക്കെ, അപ്പൊ MLA കെമിസ്ട്രി എന്ന് ഓർക്കുക. സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കറണ്ട് അഫെയർ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കാം. അടുത്തത് നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി, മെഡിസിനുള്ള നോബൽ പുരസ്കാരത്തെ പറ്റിയാണ് അടുത്തത് സംസാരിക്കാനായിട്ട് പോകുന്നത്. വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്കാണ് ഇത് കിട്ടിയത്. വർക്ക് എന്താണെന്ന് നോക്കാം. ഡിസ്കവറീസ് കൺസേണിംഗ് ന്യൂക്ലിയോസൈഡ് ബേസ്ഡ് മോഡിഫിക്കേഷൻ ദാറ്റ് എനാബിൾഡ് ദ ഡെവലപ്മെന്റ് ഓഫ് എഫക്റ്റീവ് mRNA വാക്സിൻസ് അഗെയിൻസ്റ്റ് COVID-19. COVID-19 വാക്സിൻ മെയ്ഡപ്പ് ചെയ്തതിനാണ്. അതില് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ കൊണ്ടുവന്നതിനാണ് അദ്ദേഹത്തിന് ആ ഒരു പുരസ്കാരം കിട്ടുകയുണ്ടായത്. ഇനി പേര് പറഞ്ഞു, വിന്നേഴ്സിന്റെ പേര് പറഞ്ഞു. എന്തിനാണ് കിട്ടിയത്? നിങ്ങൾ മെയിനായിട്ടും COVID-19 വാക്സിൻ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇതെങ്ങനെ നമുക്കൊരു കോഡായിട്ട് പഠിക്കാം എന്ന് നോക്കാം. കോഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. അതായത് ബുദ്ധിമാനായ ഒരു അമേരിക്കക്കാരൻ COVID-19 വാക്സിൻ ഉണ്ടാക്കി. അവൻ വാക്സിൻ ഉണ്ടാക്കിയത് കരിക്ക് വെച്ചിട്ടാണ്. കരിക്ക്, നമ്മുടെ കരിക്കുണ്ടല്ലോ, തേങ്ങ കരിക്ക്, അത് വെച്ചിട്ടാണ് വാക്സിൻ ഉണ്ടാക്കിയത്. അപ്പൊ എന്താണ്? ബുദ്ധിമാനായ അമേരിക്കക്കാരൻ എന്താണ് കോവിഡ് വാക്സിൻ ഉണ്ടാക്കി. എന്ത് വെച്ചിട്ടാണ്? കരിക്ക്. അപ്പൊ ബുദ്ധി എന്ന് പറയുമ്പോൾ വൈസ്മാൻ എന്നല്ലേ നമ്മള് പറയുന്നത്. അപ്പൊ ബുദ്ധി എന്ന് പറയുമ്പോൾ അമേരിക്കക്കാരനായ ബുദ്ധിമാനാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ US നിന്നുള്ള വൈസ്മാൻ എന്ന് ഓർക്കുക. ഇനി എന്താണ്? കോവിഡ് വാക്സിൻ ആണ് ഉണ്ടാക്കിയത്. എന്ത് വെച്ചിട്ടാണ്? കരിക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ
നിങ്ങൾക്ക് ആ ഓപ്ഷനിൽ നിന്ന് കരിക്കെന്ന് പറഞ്ഞ വേർഡ് കണക്ട് ചെയ്തെടുത്ത് ഇതുണ്ടാക്കുക. അപ്പൊ മരുന്ന് എന്തിനുള്ള മരുന്നാണ്? കോവിഡിനുള്ള മരുന്ന്. ആരാ ഉണ്ടാക്കിയ? അമേരിക്കയിൽ നിന്നുള്ള ബുദ്ധിമാനായ ആള്. എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കി? കരിക്ക് വെച്ചിട്ട്. അപ്പൊ ഇത് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്തത് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിലെ നോബൽ പ്രൈസ് ആർക്കാണ് കിട്ടിയത് എന്ന് നോക്കാനായിട്ട് പറ്റും. ജോൺ ഒലാഫ് ഫോസയ്ക്കാണ്, നോർവേയിൽ നിന്നുള്ള ജോൺ ഒലാഫ് ഫോസയ്ക്കാണ് കിട്ടിയത്. ഇന്നോവേറ്റീവ് പ്ലേസ് ആൻഡ് പ്രോസ് വിച്ച് ഗിവ് വോയിസ് ടു ദ അൺസേയബിൾ ലാംഗ്വേജ്, നോർവേയിൻ നൈറോസ്ക്. അപ്പൊ ഇത്രയുമാണ് ഈ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചറിനെ പറ്റി ഓർത്തിരിക്കുകയാണ്. പ്രധാനമായും ആർക്ക് കിട്ടി, എന്ത് വർക്കിന് കിട്ടിയെന്നാണ് ഓർക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇതിന് ഞാൻ കോഡ് പറയുന്നില്ല, ഇത് ഒരു എക്സെപ്ഷണൽ കേസായിട്ട് നിങ്ങൾ പേര് തന്നെ പഠിക്കുക. ജോൺ ഒലാഫ് ഫോസെ വർക്ക് ഇന്നോവേറ്റീവ് പ്ലേസ് ആൻഡ് പ്രോസ് വിച്ച് ഗിവ് വോയിസ് ടു ദ അൺസേയബിൾ. ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ കിട്ടിയത് ആർക്കാണെന്നാണ് ചോദ്യം വരാനാണ് ചാൻസ്. ജോൺ ഒലാഫ് ഫോസയ്ക്കാണ് കിട്ടിയത്. അടുത്തത് നോബൽ പീസ് പ്രൈസ് ആർക്കാണ് കിട്ടിയത് എന്നാണ്. ഇറാനിൽ നിന്നുമുള്ള നർഗീസ് മുഹമ്മദിക്കാണ് കിട്ടിയത്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുക ഉണ്ടായത്. ഇനി ഇതെങ്ങനെയാണ് നോബൽ പ്രൈസ് ഇൻ പീസ് ഓർത്തിരിക്കുന്ന എന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഫിഗറിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ സിനിമാ നടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. നർഗീസ് ദത്ത് എന്ന് പറയുന്ന ഒരു സിനിമാ നടിയാണ്. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടാകും. ആജാസനം മകര ചാന്ദിനി കസം. ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് നോക്കുക കേട്ടോ. കേട്ടിട്ടുണ്ടാവും, ഞാൻ പാടിയപ്പോൾ മനസ്സിലാവാത്തതായിരിക്കും. അപ്പൊ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ സൂപ്പർ ഹീറോയിനായിരുന്ന നർഗീസ് ദത്തിനെ നിങ്ങൾ ഓർക്കുക. നർഗീസ് ദത്ത് എന്ന് പറയുന്നത് ഒരു സമാധാന പ്രിയയായിരുന്നു എന്ന് ഓർക്കുക. അപ്പം ഇവരെ ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നർഗീസ് സമാധാനം എന്ന് ഓർത്താൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആർക്ക് കിട്ടിയത് എന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നർഗീസ് മുഹമ്മദി, ഇറാനിൽ നിന്നുമുള്ള നർഗീസ് മുഹമ്മദിക്കാണ് കിട്ടിയത്. അപ്പൊ ഇവരൊരു സ്ത്രീയാണല്ലോ, അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്, അടിച്ചമർത്തലുകൾക്കെതിരെ നടത്തിയ പോരാട്ടങ്ങൾക്കാണെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ നർഗീസ് അതിനെ ഓർത്തുകൊണ്ട് നോബൽ പ്രൈസ് ഇൻ പീസ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഫൈനലി നോബൽ പ്രൈസ് ഇൻ എക്കണോമിക് സീരീസ്. ക്ലൗഡിയ ഗോൾഡിൻ, അമേരിക്കയിൽ നിന്നുള്ള ക്ലൗഡിയ ഗോൾഡിനാണ് ഇത് കിട്ടിയത്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ക്ലൗഡിയ ഗോൾഡിൻ ഫോർ ഹാവിംഗ് അഡ്വാൻസ്ഡ് ഓവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വുമൻസ് ലേബർ മാർക്കറ്റ് ഔട്ട്കംസ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത് സാമ്പത്തികം എന്ന് പറയുമ്പോൾ വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന എന്ന് പറയുന്ന ഗോൾഡ് ലോണിന്റെ പരസ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സാമ്പത്തികം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗോൾഡ് ഓർക്കുക. ഗോൾഡ് എന്ന് പറയുമ്പോൾ അത് ആരാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്? സ്ത്രീകളാണ്. അപ്പം ഇത് സ്ത്രീ റിലേറ്റഡ് എന്തോ ഒന്നിനാണ് എക്കണോമിക് സയൻസിൽ ഇത്തവണത്തെ നോബൽ പ്രൈസ് കിട്ടിയെന്ന് ഓർക്കുക. അപ്പോൾ ആ ഗോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലൗഡിയ ഗോൾഡിനെ ഓർക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സമ്പത്ത് എന്ന് പറയുമ്പോൾ ഗോൾഡ് ഓർക്കുക. ഗോൾഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാം കണക്ട് ചെയ്യാം. സ്ത്രീകൾക്ക് ഉപയോഗിക്കാം, സ്ത്രീകൾക്ക് വേണ്ടി എന്തോ നടത്തിയ സംഭവത്തിനാണ് കിട്ടിയതെന്ന് ഓർക്കുക. പിന്നെ ഗോൾഡ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ആളുടെ ക്ലൗഡിയ ഗോൾഡിന്റെ പേര് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ ക്ലൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കാണാണ്ട് പഠിച്ചു പോയി എക്സാം ഹാളിൽ കണക്ട് ചെയ്യുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ കുറച്ച് സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി. ഇത് ഈ ഒരു കാര്യം മാത്രമല്ല, നമ്മളെ സെറ്റിന്റെ ഏത് പേപ്പർ ആണെങ്കിലും ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് പാസ്സാവാൻ പറ്റും. നമ്മുടെയൊക്കെ കോച്ചിങ് ക്ലാസ്സിൽ വരുവാണെങ്കിൽ ക്ലാസ് ഒക്കെ ഇപ്പൊ ജനറൽ പേപ്പർ സബ്ജക്റ്റ് ആണെങ്കിലും മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും ചെറുതാക്കി എഫക്റ്റ് ആക്കി എങ്ങനെ തരാമെന്നാണ് ഓർക്കുന്നത്. അപ്പൊ ഇങ്ങനെ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദം. അപ്പൊ ചില പാട്ടുകളും ചില പരസ്യങ്ങളും അതുപോലെ തന്നെ ചില എന്താ പറയാ ചില പ്രതിഭാസങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നോബൽ പ്രൈസ് എല്ലാം ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഇതിലും നല്ല നോബൽ പ്രൈസ് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുകയോ ചെയ്യാം. നോബൽ പ്രൈസ് പറഞ്ഞ പോലെ തന്നെ 2023 മേജർ ഹൈലൈറ്റിംഗ് അവാർഡ്സ്, ഇപ്പൊ സാഹിത്യം, അതുപോലെ തന്നെ ഫിലിം, ഗോൾഡൻ ഗ്ലോബ്, ഓസ്കാർ, ഫിലിം അവാർഡ്സ്, ഇതിനെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. നമ്മൾ പെയ്ഡ് കോഴ്സിൽ തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ലാസ്റ്റ് ജൂലൈ എക്സാമിന് വേണ്ടി അപ്ലോഡ് ചെയ്ത ഒരു റിവിഷൻ ക്ലാസ് ഉണ്ട്. അതിൽ
കുറെയൊക്കെ നമ്മൾ 2023 പ്രധാന കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങളൊന്ന് കാണുക. ആ കറണ്ട് അഫയേഴ്സ് ഒഴിവാക്കണ്ട. കഴിഞ്ഞ തവണ ചോദിക്കാത്തത് ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതും ഒന്ന് പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടൈറ്റിലിൽ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ടോപ്പ് 30 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഒന്നാമത്തേത് 75ാം റിപ്പബ്ലിക് ഡേ സെലിബ്രേഷന്റെ ചീഫ് ഗസ്റ്റ് ആരാണ്? ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇത്തവണത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിന്റെ 25ാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഇങ്ങനെ ഒരു ചീഫ് ഗസ്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2024 റിപ്പബ്ലിക് ഡേ തീം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി ആൻഡ് വിക്സിത് ഭാരത് ഡെവലപ്ഡ് ഇന്ത്യ എന്നാണ് തീം. ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി എന്നുള്ള ടൈറ്റിലില് ഇത്തവണത്തെ റിപ്പബ്ലിക് ഡേയില് സ്ത്രീകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നതിന്റെ ഒരു സൂചന കൂടി ഉണ്ട്. അതിനെ റിലേറ്റഡ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാം. രണ്ടാമത്തെ ചോദ്യം, ഇത്തവണത്തെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? അപ്പൊ സ്പോർട്സ് അവാർഡ്സില് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്, അങ്ങനെ അർജുന അവാർഡ്സ്, പിന്നെ അതുപോലെ തന്നെ മേജർ ഇന്റർനാഷണൽ അവാർഡുകൾ, അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ ടൈറ്റിൽ കിട്ടിയത് ആർക്കാണ്? ഫ്രഞ്ച് ഓപ്പൺ, പിന്നെ ഗെയിംസ്, അങ്ങനെയുള്ള ഖേലോ ഇന്ത്യ ഗെയിംസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രധാനപ്പെട്ടതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ ഇപ്പൊ പെയ്ഡ് കോഴ്സ് എടുക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് ക്വിസുകൾ അല്ലാണ്ട് തന്നിട്ടുണ്ട്. നമ്മളിവിടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കിട്ടിയിരിക്കുന്നത് ബാഡ്മിന്റൺ താരങ്ങളായിട്ടുള്ള ചിരാഗ് ഷെട്ടിക്കും SS റാൻകി റെഡ്ഡിക്കുമാണ്. മൂന്നാമത് മാക്ക ട്രോഫി, മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി 2022 ഗുരു നാനാക് ദേവ് യൂണിവേഴ്സിറ്റി അമൃത്സർ ആണ് ഇത് കരസ്ഥമാക്കിയിരിക്കുന്നത്. അടുത്തത് പത്രമാധ്യമങ്ങളിൽ ഒത്തിരി ഹൈലൈറ്റഡ് ആയിട്ട് നിന്നൊരു കാര്യമാണ് വേൾഡ് ലാർജസ്റ്റ് വർക്ക് സ്പേസ്, വേൾഡ്സ് ലാർജസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ഓഫീസ് സമുച്ചയം ഏതാണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇത് സൂറത്ത് ഡയമണ്ട് ബോഴ്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണിത് ഇനാഗുറേറ്റ് ചെയ്തത്. ഇതൊരു ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ഡയമണ്ട് ജ്വല്ലറി ട്രേഡ് കൂടിയാണ് സൂറത്ത് ഡയമണ്ട് ബോഴ്സ് എന്ന് പറയുന്നത്. ഇത് 67 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഓഫീസ് സമുച്ചയം നിലനിൽക്കുന്നത്. ഇത് ഖജോഡ് വില്ലേജിലാണ്, സൂറത്തിലെ കരോജ് വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും ഇത്തവണയും ഇനി വരുന്ന കാലഘട്ടങ്ങളിലും എല്ലാ കറണ്ട് അഫയേഴ്സിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിക്ലറേഷൻസ്, അതിനെ പറ്റി വന്നിട്ടുള്ള സബ്മിറ്റുകൾ, സ്കൂൾ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഏത് സ്കൂളിലാണ് ഇത് സിലബസ് ആയിട്ട് കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ചോദ്യം ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ് എവിടെയാണ് കണ്ടക്ട് ചെയ്തത് എന്നാണ്. ന്യൂഡൽഹിയിലാണ്. എന്ന് മുതൽ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ December 12th and 13th 2023 ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ് കണ്ടക്ട് ചെയ്യപ്പെട്ടത്. ഇനാഗുറേറ്റ് ചെയ്തത് പ്രൈം മിനിസ്റ്റർ മോദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഡാൻസ് ഫോംസിനെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങൾ അത് GK പാർട്ടിൽ സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്, കറണ്ട് അഫയേഴ്സ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഗാർബ ഓഫ് ഗുജറാത്ത് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ICH ഓഫ് ഹ്യൂമാനിറ്റി ബൈ യുനെസ്കോ. അപ്പൊ ഗാർബ ഡാൻസ് യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജ് സ്റ്റാറ്റസിലേക്ക് കടന്നു വരികയുണ്ടായി. 15ാമത്തെ ഹെറിറ്റേജ് എന്നുള്ള രീതിക്കാണ് ഇന്ത്യയിൽ ഗാർബ ഡാൻസ് ആഡ് ചെയ്ത് വന്നത്, യുനെസ്കോയുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വന്നത്. അടുത്തത് COP28 വെന്യൂ ദുബായ് ആണ്. ഇന്റർനാഷണൽ സമ്മിറ്റ്സ് ആൻഡ് കോൺഫറൻസസ് എക്സാമിന് ചോദിക്കാറുണ്ട്. G20 സമ്മിറ്റ്, ASEAN സമ്മിറ്റ്, COP28 അങ്ങനെയുള്ള
സമ്മിറ്റുകളെ പറ്റി, ഇന്റർനാഷണൽ സമ്മിറ്റ്, കോൺഫറൻസുകൾ, അതുപോലെ തന്നെ വെന്യൂ, അതിന്റെ തീം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി എട്ടാമതായിട്ട് AI ബേസ്ഡ് എലഫന്റ് പ്രൊട്ടക്ഷൻ ഓൺ ഇന്ത്യൻ റെയിൽവേസ്, ഗജരാജ് സിസ്റ്റം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. AI മീൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഞാൻ പറഞ്ഞല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് 33rd വ്യാസ് സമ്മാൻ പുഷ്പ ഭാരതിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഹിന്ദി റൈറ്ററാണ്. യാദേൻ എന്ന് പറയുന്ന റൈറ്റിംഗിനാണ്. ഇനി നമ്മൾ ചന്ദ്രയാൻ 3 മിഷൻ പഠിച്ചിരുന്നു. അതില് ലെയ്ഫ് എറിക്സൺ ലൂണാർ പ്രൈസ് എന്ന് പറയുന്ന ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത് ISROയുടെ ചന്ദ്രയാൻ 3 മിഷൻ ആണ്. ഇത്രയുമാണ് ആദ്യത്തെ 10 ടോപ്പ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് കടക്കാം. അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യം, ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2023 ലഭിച്ചത് ആർക്ക്? ഡാനിയൽ ബാരൻബയോൺ ആൻഡ് അലി അബു അവാദിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. 2022 COVID-19 ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ട് IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ട്രെയിൻഡ് നേഴ്സസ് അസോസിയേഷനും പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത്. 2023 JCB പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയിരിക്കുന്നത് തമിഴ് റൈറ്റർ ആയിട്ടുള്ള പെരുമാൾ മുരുകനാണ്. ഫയർ ബേർഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം കിട്ടുകയുണ്ടായത്. അടുത്തത് ബുക്കർ പ്രൈസുകളാണ്. ബുക്കർ പ്രൈസുകൾ പലതരത്തിലുണ്ട്. മാൻ ബുക്കർ പ്രൈസ്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്, ബ്രിട്ടീഷ് അക്കാഡമി ബുക്കർ പ്രൈസ് എന്നിവയൊക്കെ. അപ്പോൾ ഞാനിവിടെ മാൻ ബുക്കർ പ്രൈസും ബ്രിട്ടീഷ് അക്കാഡമി ബുക്കർ പ്രൈസുമാണ് പറയുന്നത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആർക്കാണ് 2023 കിട്ടിയതെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. മാൻ ബുക്കർ പ്രൈസ് 2023 പോൾ ലിഞ്ചിന് പ്രൊഫറ്റ് സോങ് എന്ന് പറയുന്ന കൃതിക്കാണ്. ബ്രിട്ടീഷ് അക്കാഡമി ബുക്കർ പ്രൈസ് നന്ദിനി ദാസ് എന്നാണ് കേട്ടോ. ഇനി കമന്റ് ചെയ്യേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ, 2023 മിസ് യൂണിവേഴ്സ് ആരായിരുന്നു എന്നുള്ളതാണ്. അത് കണ്ടിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ചെയ്യുക. അടുത്തത് വേൾഡ്സ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേഫ്റ്റി സമ്മിറ്റ്, AI സമ്മിറ്റ്, ലോകത്തിലെ ആദ്യത്തെ AI സമ്മിറ്റ് 2023 UK ബക്കിംഗ്ഹാം ഷെയറിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യപ്പെട്ടത്. AI ആർട്ടിഫിഷ്യൽ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ടും ഉണ്ടാകും. അടുത്തത് ഉത്തരാഖണ്ഡ് ടണൽ റെസ്ക്യൂവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 41ഓളം വർക്കേഴ്സിനെ ഇവാക്യുവേറ്റ് ചെയ്യുകയുണ്ടായി. 17 ദിവസം അവര് അവിടെ ഒരു ടണലില് വർക്കിന്റെ ഭാഗമായിട്ട് വന്ന ലേബേഴ്സ് ട്രാപ്പ് ചെയ്യപ്പെടുകയുണ്ടായി. 17 ദിവസത്തെ പ്രയത്നത്തിന് ശേഷം അവരെ രക്ഷപ്പെടുത്തി എടുക്കുകയുണ്ടായി. അപ്പൊ അത് നടന്നത് ഉത്തരാഖണ്ഡിലെ സിൽക്യാര ബാർക്കോട്ട് ടണലിൽ വെച്ചിട്ടാണ്. ഈ മാസ് റെസ്ക്യൂ ഓപ്പറേഷൻ ജിന്ദഗി എന്ന പേരിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുക ഉണ്ടായത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഉത്തരാഖണ്ഡിലെ ടണലിന്റെ പേര് എത്ര വർക്കേഴ്സ് ആണെന്നും ഓപ്പറേഷൻ സിന്ദഗി എന്നുള്ള പേരിലാണെന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത്, ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ നിങ്ങൾക്ക് പ്രധാന ട്രാജഡീസ്, ദുരന്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ എന്താ പറയാ, സൈക്ലോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത്, കോഴിക്കോട് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു പുതിയൊരു പ്രഖ്യാപനത്തില് സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലേക്ക് കടന്നു വരികയുണ്ടായി. അപ്പം ഇന്ത്യയിലെ ഏത് സ്ഥലമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഏത് ജില്ലയാണ് യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ടൈറ്റിലേക്ക് എത്തിയിരുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത്, ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി 2023 ഇന്ത്യ വുമൻസ് ഹോക്കിയിൽ ഇന്ത്യക്കാണ് കിട്ടിയത്. 2023 വനിതാ ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വനിതാ ഹോക്കി കിട്ടിയത് ഇന്ത്യക്കാണ്. അടുത്തത്, 2034 ഫിഫ വേൾഡ് കപ്പിന്റെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത് സൗദി അറേബ്യയാണ്. അപ്പൊ ഇതുപോലെ ഇപ്പൊ കഴിഞ്ഞു പോയതല്ലാണ്ട് വരാൻ പോകുന്ന പ്രധാന സ്പോർട്സ് ഈവന്റ്സിന്റെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഈവന്റ്സിന്റെ ഒക്കെ വേദി ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. ഫൈനൽ ഫ്യൂ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വിമൻ റിസർവേഷൻ ബിൽ 2022, ഈ ബില്ലിന്റെ നെയിം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നാരി ശക്തി വന്ദൻ ബിൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് റിലേറ്റഡ് ഇതിന്റെ ഫുൾ ഈ ഒരു ബില്ലിന്റെ പേര് ചോദിക്കാം. ഇത് കൊണ്ടുവന്ന
കോൺസ്റ്റിറ്റ്യൂഷനിലെ അമെൻമെന്റ് ചോദിക്കാം, ഇതെന്ന് പാസ്സാക്കുമെന്ന് ചോദിക്കാം, എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇതിലൊക്കെ ഏതൊക്കെ ആർട്ടിക്കിൾ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് G20 സമ്മിറ്റ്. G20 സമ്മിറ്റ് 2023 ഒരു ക്വസ്റ്റ്യൻ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അത് ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഹോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വേദി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ന്യൂഡൽഹിയിലെ പർഗാത്തി മൈതാനിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. സെപ്റ്റംബർ 9 മുതൽ 10 വരെ 2023 സെപ്റ്റംബർ 9 മുതൽ 10 വരെയാണ് ഇത് നടക്കാനായിട്ട് പോകുന്നത്. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് G20 ഇനി G21 എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതില് ആഫ്രിക്കൻ യൂണിയൻ ഒരു ഫുൾ മെമ്പർ, ഒരു പെർമനന്റ് മെമ്പർ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ആഫ്രിക്കൻ യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആഡിസ് അബാബ, എത്യോപ്യയിലെ ആഡിസ് അബാബയാണ് വരുന്നത്. ഇപ്പൊ നിലവില് 55 മെമ്പർ സ്റ്റേറ്റുകളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ G20യിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ G20 മുതൽ G21 എന്നുള്ള പേരിൽ അറിയപ്പെടാനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് കടന്നു വന്ന പെർമനന്റ് മെമ്പർ എന്ന് പറയുന്നത് ആഫ്രിക്കൻ യൂണിയൻ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ്സ് ഫസ്റ്റ് പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അറിയപ്പെടുന്നത് ആരോഗ്യ മൈത്തിരി ക്യൂബ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ ആണ് ഇത് കൊണ്ടുവന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് ടോപ്പ് റാങ്കിങ്ങിൽ വന്നത് ഇന്ത്യയാണ്, മെഡൽ റാങ്കിങ്ങിൽ. അതിൽ ഇന്ത്യസ് ഫസ്റ്റ് എവർ ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ കിട്ടിയിരിക്കുന്നത് അദിതി സ്വാമിക്കാണ്. 25ാമത്തെ ഓപ്പറേഷൻ കരുണ, മ്യാൻമാറിലെ സൈക്ലോൺ മോച്ച, അതിന് ഈ ഒരു റെസ്ക്യൂ മിഷൻ ആണ് ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയിലെ ഹൂഗ്ലി റിവറിലാണ് ലോഞ്ച് ചെയ്തത്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 57ാമത്തെ ജ്ഞാൻപീഠ അവാർഡ് ദാമോദർ മൗസോ ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ അടുത്തത് ഓർഡർ ഓഫ് ദ നൈൽ എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഒരു പ്രൈം പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ആർക്കാണ് എന്നാണ് ചോദ്യം. PM മോദി, നമ്മുടെ പ്രധാനമന്ത്രി മോദിജിക്കാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. ഓർഡർ ഓഫ് ദ നൈൽ എന്ന് പറയുന്ന ടൈറ്റിൽ. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റിന് അങ്ങനെ ഒരു വിശിഷ്ട ടൈറ്റിൽ മറ്റൊരു രാജ്യം കൊടുക്കുകയുണ്ടായി. അത് ഏത് രാജ്യമാണെന്നും എന്ത് ടൈറ്റിലാണെന്നും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള പ്രധാന വ്യക്തികൾക്ക് മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്ന ഓണേഴ്സ്, ബഹുമതികളെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ്. കുറെ നാളുകളായിട്ട് പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വിഷയമാണ് ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ്. അതിനെപ്പറ്റി ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതില് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യാനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്ന റെസ്ക്യൂ പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുക. മറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്ത് ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ട്വിറ്ററിന്റെ ന്യൂ ലോഗോ എഗ്സ് എന്നുള്ളതാണ്. പക്ഷി മാറിന്റെ എഗ്സ് എന്ന് പറയുന്ന ഒരു ലോഗോ ആണ് ട്വിറ്റർ പുതിയതായിട്ട് സ്വീകരിച്ചത്. നമ്മുടെ പബ്ലിക് മോഡൽ എക്സാമിൽ തന്നിരിക്കുന്ന 1-2 ഹൈലൈറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ദ എഗ്രിമെന്റ് സൈൻഡ് ബൈ 28 countries ആൻഡ് യൂറോപ്യൻ യൂണിയൻ ടു പ്രിവെന്റ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ കണ്ടു AI റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സ്കീമുകൾ, പ്രോഗ്രാമുകൾ, സബ്മിറ്റുകളൊക്കെ വരുന്നുണ്ടെന്ന്. ഇതിന്റെ കോൺസിക്വൻസസിനെ ബേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനുണ്ടാകുന്ന റിസ്കുകൾ ഉണ്ട്. നമ്മൾ അതിന്റെ റിസ്കുകളെ പറ്റി പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇതൊക്കെ ഓക്കെയാണ്, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ 28 കൺട്രീസും യൂറോപ്യൻ യൂണിയനും ചേർന്ന് നടത്തിയ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. അതിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലെഡ്സ്ലി ഡിക്ലറേഷൻ എന്ന പേരിലാണ് ഈ ഒരു ഡിക്ലറേഷൻ വന്നിരിക്കുന്നത്. അടുത്തത് the one sun, the one world, one grid conference has been held in which city under India's presidency? New Delhi. G20 റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് the person who was selected for Kerala Legislative Assembly Award for his contributions in the field of art, culture and literature. MT വാസുദേവൻ നായർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ തന്നിരിക്കുന്ന ഹാൻഡ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഹാൻഡ് ബുക്ക് പർച്ചേസ് ചെയ്തവർക്ക് അത് കിട്ടിയിട്ടുണ്ടാകും. ഇതിലെ പ്രധാനമായിട്ട് വരുന്നത് ഒഡീഷ ട്രെയിൻ ആക്സിഡന്റ് ഏത് ജില്ലയിൽ നടന്നു, അതുപോലെ തന്നെ പുതിയ അപ്പോയിന്റ്മെന്റുകൾ, UPSCയുടെ പുതിയ ചെയർമാൻ, യൂട്യൂബിന്റെ പുതിയ CEO, നീതി ആയോഗിന്റെ പുതിയ CEO തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ
ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഫസ്റ്റ് റാങ്ക് വന്നത് കേരള. ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ, വേൾഡ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുതിയ പാർലമെന്റ്, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പുതിയ പാർലമെന്റിന്റെ ശില്പി ആര്? ഡിസൈൻ ഓഫ് ദ ന്യൂ പാർലമെന്റ് ഹാസ് ബീൻ പ്രിപ്പയർഡ് ബൈ ബിമാൽ പട്ടേൽ. Sengol is installed in new parliament building. It is related to Chola Empire. അങ്ങനെ നമ്മുടെ പുതിയ പാർലമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. പിന്നെ 2023 റിപ്പബ്ലിക് ഡേ പരേഡിലെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്നുള്ള ചോദ്യവും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സരസ്വതി സമ്മാൻ അവസാനം കിട്ടിയത് ആർക്കാണെന്നൊരു ക്വസ്റ്റ്യൻ വരാം. വ്യാസ് സമ്മാൻ കിട്ടിയത് ആർക്കാണെന്നുള്ള ക്വസ്റ്റ്യൻ വരാം. അത് ഇയർ മാറി മാറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തി പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, പണ്ടൊക്കെ കൂടിപ്പോയാൽ നോബൽ പ്രൈസ് അല്ലെങ്കിൽ ഓസ്കാർ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ പുരസ്കാരം, കൃതികൾ, അങ്ങനെയൊക്കെ ഒരു ചോദ്യമായിരുന്നെങ്കിലും പുതിയ ട്രെൻഡ് അനുസരിച്ച് ആഗോള തരത്തിലുള്ള പുതിയ ഇൻവെൻഷൻസ്, ടെക്നോളജീസ് എല്ലാം ഉൾപ്പെടുത്തി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. എക്സാമിന്റെ പാറ്റേൺ അപ്പാടെ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഒരു എക്സാമിന് വരുന്നതല്ല പിറ്റേ എക്സാമിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാണ് കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുന്നത് അവർക്ക് ഇത് പാസ്സാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ടും എക്സാമിനും പ്രതീക്ഷിക്കാൻ വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നെക്സ്റ്റ് സെഷൻ, അതായത് കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷൻ കഴിഞ്ഞു, അടുത്ത ജനറൽ പേപ്പറിലെ മറ്റു യൂണിറ്റുകളിലേക്ക് സെഷനിലേക്ക് നമുക്ക് കിടക്കാം. എൻ്റെ പേര് മരിയ. ഞാനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തത്. കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, ടോസ് അക്കാഡമിയിൽ ഫിലോസഫി, സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ICT, റിസർച്ച് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. ബാക്കി സബ്ജക്റ്റുകൾക്ക് നമുക്ക് വേറെ ടീച്ചേഴ്സ് ഉണ്ട്, അവരുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ GK പോർഷനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി? അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ പല ഓർഗനൈസേഷൻസും ഉണ്ട്. അപ്പോൾ ഇതിന്റെ സ്ഥാപകർ ആരാണ് എന്നുള്ള ഈ രീതിക്കുള്ള ചോദ്യങ്ങൾ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും മിനിമം ഒരു ക്വസ്റ്റ്യൻ ഈ ഏരിയയിൽ നിന്ന് കാണാറുണ്ട്. അപ്പം ഇതിന്റെ ഉത്തരം എന്താണ്? ഈ ക്വസ്റ്റിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി? ബാലഗംഗാധർ തിലക്, ഗാന്ധിജി, ഗോപാലകൃഷ്ണ ഗോഖലെ, രാജാറാം മോഹൻ റായ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസും അതിന്റെ ഫൗണ്ടേഷനും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ, അതാരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ രാജാറാം മോഹൻ റായെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 സഭകൾ അദ്ദേഹത്തിന് പ്രധാനമായിട്ടും ഉണ്ട്. ആത്മീയ സഭ, ബ്രഹ്മസഭ, ബ്രഹ്മസമാജ്. ഈ 3 സഭകൾ ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ ഉത്തരം രാജാറാം മോഹൻ റായ് ആണ്. അല്ല, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ രാജാറാം മോഹൻ റായ് ആണ്. ഇനി അതുപോലെ ആര്യ സമാജം, ശുദ്ധി പ്രസ്ഥാനം, ശുദ്ധി മൂവ്മെന്റ്, ആര്യ സമാജ്, ശുദ്ധി മൂവ്മെന്റ്, ഇത് രണ്ടും ദയാനന്ദ സരസ്വതിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പിന്നെ സ്വരാജ് പാർട്ടി CR ദാസും മോട്ടിലാൽ നെഹ്റുവും ചേർന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഹോം റൂൾ മൂവ്മെന്റ്. ഹോം റൂൾ മൂവ്മെന്റ് ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ് ഹോം റൂൾ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഇന്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്. ബേഡൻ പവൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി ആംനസ്റ്റി ഇന്റർനാഷണൽ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതും അന്താരാഷ്ട്ര സംഘടനയാണ്. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് പീറ്റർ ബനാൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി വീണ്ടും ഇന്ത്യയിലെ ഓർഗനൈസേഷനുകളിലേക്ക് വരികയാണെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ആരാണ്? മദൻ മോഹൻ മാളവ്യ. കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മദൻ മോഹൻ മാളവ്യ. ഇനി വീണ്ടും യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടർ ആരാണ്? നമുക്കറിയാം, ആരാണ്? എ ഒ ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടർ. ഇനി രാമകൃഷ്ണ മിഷൻ ആണെങ്കിലോ സ്വാമി വിവേകാനന്ദൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇതുവരെ നിങ്ങൾ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും ഇത് കൃത്യമായിട്ടും പഠിച്ചിട്ട് പോവുക. ഈ പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ആത്മീയ സഭ, ബ്രഹ്മസഭ, ബ്രഹ്മസമാജ്, ആരാണ്? രാജാറാം മോഹൻ റായ്. ഓക്കെ, അടുത്ത ചോദ്യം, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്ലേസസ്? ഏത് സ്ഥലത്താണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്? എവിടെയാണ്? ജനീവ, റോം, പാരീസ്, വിയന്ന. നമ്മുടെ ഈ UN ഓർഗനൈസേഷനുകളുടെ ഏറ്റവും കൂടുതൽ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ എന്ന് പറയുന്ന സ്ഥലത്താണ്.
അവിടെ തന്നെയാണ് UNCTAD എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില UN ഓർഗനൈസേഷനുകളുടെ ചില ഇന്റർനാഷണൽ പ്രധാനമായിട്ടുള്ള ഓർഗനൈസേഷനുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗ്, നെതർലാൻഡ്സിലെ ഹേഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 1945 ഇത് സ്ഥാപിതമായിരിക്കുന്നത്. പല തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതി അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഹേഗ്, നെതർലാൻഡ്സ് ആണ് ഇതിന്റെ ക്യാപിറ്റൽ. ഇനി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. വാഷിംഗ്ടൺ DC ആണ് ഇതിന്റെ തലസ്ഥാനമായിട്ട് വരുന്നത്. 1944 സ്ഥാപിതമായിരിക്കുന്നത്. ഇനി ഇന്റർനാഷണൽ മെരിടൈം ഓർഗനൈസേഷൻ, ലണ്ടൻ, IMOയുടെ ആസ്ഥാനം ലണ്ടനിലാണ്, UK 1948. ഇനി ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, നമ്മുടെ എയർ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ആണ്. 1947 സ്ഥാപിതമായിരിക്കുന്നത്. മോൺട്രിയൽ, കാനഡയിലെ മോൺട്രിയലിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി, ഓസ്ട്രിയയിലെ വിയന്നയിലാണ്. IAEA, ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ആസ്ഥാനം. ഇനി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ആണെങ്കിലും നെതർലാൻഡ്സിലെ ഹേഗിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതുപോലെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് രണ്ടും നെതർലാൻഡ്സിലെ ഹേഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. പിന്നെ യുനെസ്കോയെ കുറിച്ച് നമുക്കറിയാം അല്ലെ, ഈ ലോക പൈതൃക പട്ടിക അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ നിശ്ചയിക്കുന്ന യുനെസ്കോ ആണ്. അപ്പൊ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസിലാണ്, ഫ്രാൻസിലാണ് കേട്ടോ. അപ്പൊ അതും മറക്കരുത്, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. ഇനി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP-യുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ് UNDP-യുടെ ആസ്ഥാനം. ഇനി യൂണിസെഫ് ആണെങ്കിലോ, യൂണിസെഫും ന്യൂയോർക്കിൽ തന്നെയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യൂണിസെഫിന്റെയും അതുപോലെ UNDP-യുടെയും ആസ്ഥാനം ന്യൂയോർക്കിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കേരള റെനൈസൻസിലേക്കാണ് വരുന്നത്. ആത്മബോധോദയ സംഘം എന്ന് പറയുന്ന ഈ ഒരു സംഘടന സ്ഥാപിച്ചിരിക്കുന്ന ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ശുഭാനന്ദ ഗുരുദേവൻ, ആനന്ദ തീർത്ഥൻ, വാക്പടാനന്ദൻ, സ്വാമി ആഗമാനന്ദൻ. ഏതാണ് അതിന്റെ ഉത്തരം? ശുഭാനന്ദ ഗുരുദേവനാണ് കേട്ടോ. ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം എന്ന് പറയുന്ന ഈ ഒരു സംഘടന സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരള റെനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസും അതിന്റെ സ്ഥാപകരും ഇയറും ഒക്കെയാണ് നോക്കുന്നത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ആദ്യമേ കിടക്കുന്നു. സമത്വ സമാജം 1836 സ്ഥാപിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് വൈകുണ്ഠ സ്വാമികൾ. അല്ല, നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ നവോത്ഥാന നായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1836. ഇനി മലയാളി മെമ്മോറിയൽ, അല്ലെ, തിരുവിതാംകൂറിലെ ജോലികൾ തിരുവിതാംകൂറുകാർക്ക് തന്നെ വേണം എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച മലയാളി മെമ്മോറിയൽ 1891 GP പിള്ളയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇനി ഇതിന്റെ പകരമായിട്ട് ഓപ്പോസിറ്റ് മെമ്മോറിയൽ ആ വർഷം തന്നെ വരുന്നു, എതിർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഓപ്പോസിറ്റ് മെമ്മോറിയൽ. ഇനി നമ്മൾ 1893 വരികയാണെങ്കിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് വില്ലുവണ്ടി സമരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട വില്ലുവണ്ടി സമരം 1893 ആ വർഷവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഈഴവ മെമ്മോറിയൽ, ഒരിക്കലും തെറ്റിക്കരുത്. 1896 ഈഴവ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ 1891. അപ്പൊ ആദ്യം മലയാളി മെമ്മോറിയൽ വന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പിന്നീട് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. 1896 ഡോക്ടർ പൽപ്പു ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇനി 1900 വീണ്ടും സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ KSN പ്രഭുവിന് സമർപ്പിക്കുകയുണ്ടായി. അതും ഈ രണ്ട് മെമ്മോറിയലുകളും പരാജയമായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇനി SNDP 1903 സ്ഥാപിതമാകുന്നത്. ഓക്കെ, അപ്പോൾ ആ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SNDP 1903. ഇനി NSS ആണെങ്കിലോ, NSS 1914 സ്ഥാപിതമാകുന്നത്. ഇനി സാധുജന പരിപാലന സംഘം ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും തെറ്റിക്കരുത്. 1907 എന്ന് പറയുന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധുജന പരിപാലന യോഗം, അതുപോലെ ഇതിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അയ്യങ്കാളി. അപ്പൊ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, വില്ലുവണ്ടി സമരം അതുപോലെ സാധുജന പരിപാലന യോഗം. 1907 സാധുജന പരിപാലന യോഗം അതുപോലെ വില്ലുവണ്ടി സമരം 1893. ഓക്കെ, ഇനി യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട് 1908 സ്ഥാപിക്കുന്നു. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1909 കുമാരഗുരുദേവൻ പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നു. അതും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് ഇവിടെ പറയാനുള്ളത്. ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെയധികം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഹു അമംഗ് ദ ഫോളോവിങ് കൺസ്ട്രക്റ്റഡ് അലൈൻ ദർവാസ്?
അലൈൻ ദർവാസ് എന്ന് പറയുന്ന ആ ഒരു നിർമ്മിതി സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് അലാവുദ്ദീൻ ഖിൽജി, ബാബർ, അക്ബർ, ഇൽതുമിഷ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് നമുക്കുണ്ട്. ഏതാണ് ഇവിടെ ഉത്തരവായിട്ട് വരിക? അലാവുദ്ദീൻ ഖിൽജിയാണ് കേട്ടോ. അലാവുദ്ദീൻ ഖിൽജിയാണ് അലൈൻ ദർവാസ്. അലൈൻ ദർവാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുത്തബ് മിനാറിന്റെ കോട്ടയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രവേശന കവാടം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിന്റെ ബിൽഡർ എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയാണ് അലൈൻ ദർവാസിന്റെ ഒരു നിർമ്മാതാവ്, അതിന് നേതൃത്വം കൊടുത്ത സുൽത്താൻ എന്ന് പറയുന്നത്. അപ്പം ഡൽഹി സുൽത്താനേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിൽ പ്രധാനമായിട്ടും 5 ഡൈനാസ്റ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ മാമുലൂക്ക് അല്ലെങ്കിൽ അടിമ വംശം, അല്ലെ അടിമ വംശം, പിന്നീട് ഖിൽജി ഡൈനാസ്റ്റി, പിന്നെ തുഗ്ലക്ക് ഡൈനാസ്റ്റി, പിന്നെ സയ്യിദ് ഡൈനാസ്റ്റി, പിന്നെ ലോധി ഡൈനാസ്റ്റി. അപ്പൊ ഈ ഡൈനാസ്റ്റികളുടെ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യം അടിമവംശമാണ്, അല്ലെ ആദ്യം അടിമവംശം വന്നു, പിന്നെ അടുത്ത് ഖിൽജി വംശം വന്നു, അതിനുശേഷം തുഗ്ലക്ക് വംശം വന്നു, അതിനുശേഷം സയ്യിദ് വംശം വന്നു, അതിനുശേഷം ലോധി വംശം വന്നു, അല്ലെ. അപ്പൊ അഗീദ് സലോ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിക്ക് ഓർഡർ കൃത്യം മനസ്സിലാക്കി വെക്കുക. ആദ്യം അടിമവംശം, പിന്നെ ഖിൽജി വംശം, പിന്നെ തുഗ്ലക്ക്, പിന്നെ സയ്യിദ്, പിന്നെ ലോധി വംശം. അപ്പൊ ഇതിന്റെ പീരീഡും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ അതുപോലെ കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആരാണ്? കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബ്ദീൻ ഐബക്ക് ആണ്, പക്ഷെ അത് പൂർത്തിയാക്കിയത് ഇൽതുമിഷ് ആണ്. അത് ഓർത്തിരിക്കുക. അതുപോലെ നമ്മുടെ സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ, അല്ലെ സുൽത്താന റസിയ. 1236 മുതൽ 40 വരെയുള്ള കാലഘട്ടത്തിലാണ് സുൽത്താനേറ്റിൽ ഏക വനിതാ ഭരണാധികാരിയായിട്ട് സുൽത്താന റസിയ ഭരണം നടത്തുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ്, നമുക്ക് അത്തരം കാര്യങ്ങൾ സുൽത്താനേറ്റിനെ കുറിച്ച് ഇപ്പൊ ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, പാർട്ട് 4A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് റിലേറ്റഡ് ടു. ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 4A എന്താണ് പറയുന്നത്? 25 പാർട്ടുകളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത്, നമുക്കറിയാം അല്ലെ. 12 ഷെഡ്യൂളുകളുണ്ട്, അതുപോലെ 395 ആർട്ടിക്കിളുകളും ഏകദേശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നുണ്ട്. ഈ പാർട്ട് 4 ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4A ഉൾപ്പെടുത്തിയിട്ടുള്ള എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകളാണ് പാർട്ട് 4A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ മൗലിക കടമകൾ എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? റഷ്യയിൽ നിന്നാണ്, അല്ലെ. അപ്പൊ ഈ മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഓർക്കുക, ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പാർട്ട് 4A ഓർത്തിരിക്കുക. പാർട്ട് 4A ആർട്ടിക്കിൾ 51A നമ്മുടെ 11 മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. ഇത് തുടക്കത്തിലുണ്ടായിരുന്നു, നമ്മുടെ ഭരണഘടന രൂപീകരിച്ച സമയത്ത് ഇങ്ങനെ ഒരു മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഉണ്ടായിരുന്നു? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത് വന്നത്? 1976 42ാമത്തെ ഭേദഗതി പ്രകാരമാണ് 10 മൗലിക കടമകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ റഷ്യയിൽ നിന്നാണ് ഈ ആശയം കടമെടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മൗലിക കടമകൾ വരാനായിട്ട് റെക്കമെൻഡേഷൻ നടത്തിയ കമ്മിറ്റി എന്ന് പറയുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി. പക്ഷെ തുടക്കത്തിൽ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടി മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ എത്രയാ? ഇപ്പൊ 11 മൗലിക കടമകളുണ്ട്. ഒരു മൗലിക കടമ കൂടെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടു. തുടക്കത്തിൽ 10 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണ്? 86ാമത്തെ ഭേദഗതി, 2002 86ാം ഭേദഗതി പ്രകാരമാണ് 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത്. അതെന്താണ്? 6 തൊട്ട് 14 വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള പേരൻസിന്റെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് ഈ 11ാമത്തെ മൗലിക കടമയിൽ പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. അതുപോലെ മൗലിക കടമകൾ എന്ന് പറയുന്നത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. നമുക്ക് അതിന്റെ പേരിൽ കോടതിയിൽ പോകാനോ വാദിക്കാനോ ഒന്നും സാധിക്കത്തില്ല. അത് നമ്മുടെ കടമകളാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ജിയോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ നദികളെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അമർകണ്ടക് പ്ലേറ്റു ഇൻ ദ മൈക്കല ഹിൽസ് ഇസ് ദ ഒറിജിൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ് റിവർ. താഴെ പറഞ്ഞിരിക്കുന്ന ഏത് നദിയുടെ ഉത്ഭവസ്ഥാനമാണ് അമർകണ്ടക് പ്ലേറ്റു? മൈക്കല മലനിരകളിലെ അമർകണ്ടക് പ്ലേറ്റു ഏത് നദിയുടെ ഉത്ഭവസ്ഥാനമാണെന്നുള്ളതാണ്. ഓപ്ഷനില് ഘഗ്ഗർ, നർമ്മദ, ചമ്പൽ, കന്തക് എന്നൊക്കെ 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഇവിടെ ഉത്തരമായിട്ട് വരിക നർമ്മദയാണ്. ഓക്കെ, ഓർത്തിരിക്കുക, അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് നർമ്മദ. ഓക്കെ, ഇനി നദികളുമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ. സിന്ധു, താപ്തി, നർമ്മദ ഈ 3 നദികളാണ് ഇന്ത്യയിലെ വെസ്റ്റിലേക്ക് ഒഴുകുന്ന, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ. വേറെയും ചെറിയ ചെറിയ നദികളുണ്ട്, എങ്കിലും ഈ 3 നദികളുടെ പേര് ഒരിക്കലും മറക്കരുത്. എപ്പോഴും ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദിക്കുന്നത്? താഴെ പറയുന്ന ഓപ്ഷനിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏത് എന്ന് പറഞ്ഞ് കുറെ നദികളുടെ പേര് കൊടുക്കും. എന്നിട്ട് ഈ ഓപ്ഷനിൽ ഈ 3 നദികളിൽ ഏതെങ്കിലും ഒരെണ്ണം കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 നദികൾ
ഏതെങ്കിലും ഒരെണ്ണം ആ ഉള്ള നദിയുടെ പേര് അങ്ങോട്ട് എഴുതി വെക്കുക. അപ്പോൾ ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട നദികൾ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട 3 നദികളാണുള്ളത്: സിന്ധു, താപ്തി, നർമ്മദ. വേറെയുമുണ്ട്, എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ 3 നദികളാണ്. ഇതാണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റിവർ എന്ന് പറയുന്നത് ഏതാണ്? ഇതിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ എന്ന് പറയുന്ന റിവർ. ഇനി ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഇന്ത്യയിലെ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ് കേട്ടോ, ഗോദാവരി. ഇനി നമ്മൾ മേളിലേക്ക് വരികയാണെങ്കിൽ ബ്രഹ്മപുത്ര. ഈ റിവർ ബ്രഹ്മപുത്ര ഈസ് നോൺ ആസ് ദിഹാങ് ഇൻ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് ദിഹാങ് എന്നാണ്. ഇനി ബംഗ്ലാദേശിലാണെങ്കിലോ, ബംഗ്ലാദേശില് ജമുന എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ടിബറ്റില് സാങ്പോ എന്നറിയപ്പെടുന്നു. അങ്ങനെ പല പേരുകളുണ്ട് നമ്മുടെ ബ്രഹ്മപുത്രയ്ക്ക്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഓർത്തു വെക്കുക. ബ്രഹ്മപുത്ര ഈസ് നോൺ ആസ് ദിഹാങ് ഇൻ അരുണാചൽ പ്രദേശ്, ബംഗ്ലാദേശിൽ ജമുന എന്നറിയപ്പെടുന്നു, ടിബറ്റിലെ സാങ്പോ എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ്, ജലസേചന പദ്ധതിയാണ്. രാജസ്ഥാൻ നമുക്കറിയാം മരുഭൂമി പ്രദേശങ്ങളാണല്ലോ. ഈ പ്രദേശങ്ങളെ കൃഷിയോഗ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പറയുന്ന ഈ ഒരു വലിയ കനാൽ സിസ്റ്റം രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ രാജസ്ഥാന്റെ ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇന്ദിരാഗാന്ധി കനാൽ സ്ഥാപിതമായിരിക്കുന്നത്. ഓക്കെ. ഇനി ഇന്ത്യയുടെ ദുഃഖങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യാസ് റിവർ ഓഫ് സോറോ, ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി. ഇനി ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണെങ്കിലോ ദാമോദറാണ് കേട്ടോ, ദാമോദറാണ് ബംഗാളിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്ന നദി. ഓക്കെ. ഇനി അലമാട്ടി ഡാം, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. അലമാട്ടി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ നദിയിലാണ് അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. നമ്മൾ പ്രധാനപ്പെട്ട ഒരു 6 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് അഡീഷണൽ പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു 1-2 മാർക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഈ പോർഷൻസ് പഠിച്ച് വെക്കുക. ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമ്മുടെ സെറ്റിന്റെ ജനറൽ പേപ്പറിൽ നിങ്ങൾക്ക് അറിയാം ഒരു 5-6 മാർക്ക് വരുന്ന ഒരു മേഖലയാണ് ഇംഗ്ലീഷിന്റെ ഗ്രാമർ സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഗ്രാമർ സെക്ഷൻസ് പൊതുവെ പഠിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, കാരണം നമ്മളെ മടുപ്പിക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾ ആർട്ടിക്കിൾസും പ്രിപ്പോസിഷൻസും ഫ്രേസൽ വെർബ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുമുണ്ട്, ചോദിക്കാറുമുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റില്ലാത്ത ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഹൈലൈറ്റഡ് ഏരിയാസ് ആണ്. ചില വേർഡ്സിനുള്ള 1 വേർഡ്സ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ പേഴ്സൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ് എന്ന് വെച്ചാൽ ഉറക്കത്തിൽ നടക്കുന്ന മനുഷ്യന് നമ്മൾ എന്താ പറയാ, അല്ലെങ്കിൽ ആ ഒരു ഡിസീസ് നമ്മൾ എന്താ പറയാ, സോമനാംബുലിസം എന്ന് പറയാറുണ്ട്. അതുപോലെ ദ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്, നമ്മൾ നിരീശ്വരവാദി എന്നൊക്കെ പറയുന്നവർക്ക്, ഇവർക്കെല്ലാം ഒരു കൈൻഡ് ഓഫ് ഒറ്റ വാക്കുകളുണ്ട്. അതുപോലെ ഇപ്പൊ സ്കേറി കാറ്റ്, നമ്മൾ പേടിത്തൊണ്ടെന്ന ആ വേർഡ്സിന്റെ അർത്ഥം. അങ്ങനത്തെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. അതിന്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ സിനോണിംസ് ആൻഡ് ആന്റോണിംസ്, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പര്യായ പദങ്ങളും നാനാപദങ്ങളും. ഇപ്പൊ സൂര്യന് നമ്മൾ അർക്കൻ, ദിവാകരൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു വേർഡ്സിന് തന്നെ അതിന്റെ സിനോണിംസ് ഉണ്ട്, അതിന്റെ സെയിം മീനിങ്സ് വരുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ബ്യൂട്ടി, ബ്യൂട്ടിഫുൾ, ലവ്ലി, പ്രെറ്റി, ഔസം എന്നൊക്കെ പറയുന്നത് പോലെ ഒരേ അർത്ഥം വരുന്ന ഒരുപാട് നാനാർത്ഥങ്ങൾ വരുന്ന വേർഡ്സുകളുണ്ട്. അതിന്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ പഠിക്കണം. പിന്നെ ആന്റോണിംസ്, ഓപ്പോസിറ്റ്സ്. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ഒരു കാര്യമാണ്, കാരണം പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കും ഇംഗ്ലീഷിന്റെ ഗ്രാമാറ്റിക്കൽ പോർഷൻസ് മാത്രമല്ല ഈ കറണ്ട് അഫയേഴ്സിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഭാഗങ്ങൾ ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സ് ഓർ ഫേമസ് വർക്ക്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷിൽ പ്രാവശ്യം നൊബേൽ പ്രൈസ് വിന്നേഴ്സോ അല്ലെങ്കിൽ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള വർക്കോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വർക്ക്സിന്റെ കാറ്റഗറീസ് ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് 1-2 എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അതില് ഇതൊരു മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ആക്ച്വലി സെറ്റ് ഇംഗ്ലീഷിന്റെ ജനറൽ റിയൽ പേപ്പറിൽ, നമ്മുടെ സബ്ജക്ട് പേപ്പറിലാണ് ഇങ്ങനെ ഒരു ചോദ്യം വരേണ്ടത്. കാരണം അരുന്ധതി റോയും കിരൺ ദേശായും അരവിന്ദ് അഡിഗയും VS നൈപാലും എല്ലാം തന്നെ ലിറ്ററേച്ചർ റൈറ്റേഴ്സ് ആണ്, സാഹിത്യകാരന്മാരാണ്. അവരുടെ വർക്ക്സുമായിട്ട് മാച്ച് ദ ഫോളോയിങ് കൊടുത്തേക്കുവാണ്. അതും സെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ ഭാഗമാണ്. അപ്പൊ ഫേമസ് വർക്ക്സും കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളും ലിറ്ററേച്ചറിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന രീതിയിൽ ഒരു ധാരണ ഉണ്ടാവണം.
ദ ഫസ്റ്റ് ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ടു ഗെറ്റ് ദ ജ്ഞാനപീഠ് അവാർഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊരു കറണ്ട് അഫെയറുമാണ് പ്ലസ് ലിറ്ററേച്ചർ ക്വസ്റ്റ്യനും കൂടിയാണ്. വാട്ട് ഈസ് അനദർ വേർഡ് വിച്ച് മീൻ ദ സെയിം ആസ് നൊമാഡിക്? നൊമാഡിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയില്ലേ ഈ ദേശാടനക്കാരൻ എന്നൊക്കെ പറയും, ബിക്കോസ് ദേ ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. അതിന്റെ സെയിം അർത്ഥം വരുന്നതാണ് ലിറ്ററിനെറ്റ്. ലിറ്ററിനെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഗ്രാമർ പോർഷൻസ് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിട്ട് പോകും. കൺജങ്ഷൻസും പ്രപ്പോസിഷൻസും ആർട്ടിക്കിൾസും അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും നോക്കും. പക്ഷെ ഈ ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് ബയോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഈസ്. പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്: അനീമിയ, റിക്കറ്റ്സ്, ക്വാഷിയോർക്കർ, സ്കർവി. ഈ 4 എണ്ണത്തിലെ ഏത് രോഗമാണ് പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത്? അപ്പൊ നമുക്ക് ആദ്യം മിനറൽസിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസസ് ഏതാണെന്ന് നോക്കാം. അതിനുശേഷം വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസസ് ഏതാണെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ, അത് രണ്ടും അറിയാമെങ്കിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണമുള്ള ഡിസീസ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത് മിനറൽസിന്റെ ഡെഫിഷ്യൻസി കാരണം വരാൻ സാധ്യതയുള്ള ഡിസീസുകളുടെ പേരാണ്. ഓക്കെ, സോ ആദ്യം കാൽഷ്യം എന്ന് പറയുന്ന മിനറലിന്റെ അഭാവം അല്ലെങ്കിൽ അത് കുറവാണെങ്കിൽ നമുക്ക് എക്സസീവ് ബ്ലീഡിങ് ഫീൽ ചെയ്യാം. അതുപോലെ നമ്മുടെ ഒരു വളർച്ച മുരടിപ്പ്, സ്റ്റണ്ട് ഗ്രോത്ത്, അതുപോലെ ബ്രിറ്റിൽ ബോൺസ്, ഇതെല്ലാം കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ഇനി ഫോസ്ഫറസ് ആണെങ്കിൽ അത് നമ്മുടെ ടീത്തിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ബോഡിയിൽ ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യും. സോഡിയത്തിന്റെ കുറവ് കാരണം ഡിഹൈഡ്രേഷൻ ഫീൽ ചെയ്യാം. അതുപോലെ ബോഡിയിൽ ഒരു ക്ഷീണം ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പൊട്ടാസ്യത്തിന്റെ ആണെങ്കിൽ മസിൽ വീക്ക്നെസ് അല്ലെങ്കിൽ പാരാലിസിസ് വരെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അയണിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് അനീമിയ എന്ന് പറയുന്നത്. അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഗോയിറ്റർ എന്ന് പറയുന്ന രോഗം ഉണ്ടാകും. ഫ്ലോറിന്റെ ഡെഫിഷ്യൻസി കാരണം ഇവിടെ പല്ലൊക്കെ വേഗം കേടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് മിനറൽസിന്റെ ഡെഫിഷ്യൻസി കാരണം വരാൻ സാധ്യതയുള്ളത്. ഇതില് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾ നോക്കിയാൽ അനീമിയ എന്ന് പറയുന്ന ഒരാളെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അനീമിയ ആരുടെ അഭാവത്തിലാണ് ഉണ്ടാകുന്നത്? അയേണിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് അനീമിയ ഉണ്ടാകുന്നത്. അയേൺ എന്ന് പറയുന്നത് ഒരു മിനറൽ ആണ്. സോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് ഏതാണെന്നാണ്. അപ്പൊ എന്തായാലും അനീമിയ അല്ല ഇതിന്റെ ആൻസർ. കാരണം അനീമിയ ഉണ്ടാകുന്നത് അയേൺ എന്ന് പറയുന്ന മിനറലിന്റെ ഡെഫിഷ്യൻസി കാരണമാണ്. ഇനി നമുക്ക് കുറച്ച് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന രോഗങ്ങളുടെ പേര് പരിചയപ്പെടാം. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം വരുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. വൈറ്റമിൻ ബിയുടെ ആണെങ്കിൽ ബെറി എന്ന് പറയുന്ന ഒരു ഡിസീസ് ആണ് വരിക. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ് സ്കർവി. വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നത് റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗമാണ്. വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കാരണം വരുന്നത് ഹെമറേജ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ആണ്. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് സ്കർവി ഉണ്ട്, അതുപോലെ തന്നെ റിക്കറ്റ്സും തന്നിട്ടുണ്ട്. അപ്പൊ സ്കർവി ആയാലും റിക്കറ്റ്സ് ആയാലും വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന അസുഖങ്ങളാണ്. അതുപോലെ അനീമിയ എന്ന് പറയുന്നത് മിനറലിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന അസുഖം ഏതായിരിക്കും? ഇത് മൂന്നും അല്ലാണ്ട് നാലാമത്തെ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്, ക്വാസിയോർക്കർ എന്ന് പറയുന്ന ഒരു രോഗം. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരിക. അപ്പൊ നിങ്ങൾ ഈ 2 ടേബിളും പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ദ കോമ്പൗണ്ട് വിച്ച് ഈസ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. കാർബൺ മോണോക്സൈഡിന്റെയും നൈട്രജന്റെയും മിക്സ്ചർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് പ്രൊഡ്യൂസർ ഗ്യാസ് ആണ്. പ്രൊഡ്യൂസർ ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡിന്റെയും നൈട്രജനും ചേർന്നിട്ടുള്ളതിന്റെ വേറൊരു പേര് ട്ടോ. അതായത് കാർബണിനെ നമ്മൾ എയർ ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാർബൺ മോണോക്സൈഡും അതുപോലെ തന്നെ നൈട്രജനും കിട്ടുന്നുണ്ട്. ആ മിക്സ്ചറിനെ പറയുന്ന പേരാണ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നുള്ളത്. ഓക്കെ,
ഇനി കോൾ ടാറും വാട്ടർ ഗ്യാസും എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. കോൾ ടാർ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സാധനങ്ങളുടെ ഒരു മിക്സ്ചറാണ്. അതിനകത്ത് പെയിന്റ് ഉണ്ടാവും, ഡ്രഗ്സ് ഉണ്ടാവും, എക്സ്പ്ലോസീവ്സ് ഉണ്ടാവും, ഡൈസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ കോൾ ടാർ എന്ന് പറയുന്നത്. ഇനി വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സ് ആണ് കേട്ടോ. കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സ് ആണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിന്റെയും നൈട്രജന്റെയും മിക്സ് ആണ്. ഓക്കെ, പിന്നെ ഒരു നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, അത് നൈട്രജന്റെ ഒരു ഓക്സൈഡ് ആണ്, ലാഫിംഗ് ഗ്യാസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രൊഡ്യൂസർ ഗ്യാസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തത് നമുക്ക് ഫിസിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ഹാസ് ദ ലോവസ്റ്റ് ഗ്രാവിറ്റി ഓൺ ദി എർത്ത്? എർത്തിൽ ഗ്രാവിറ്റി കുറവുള്ളത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോർത്ത് പോൾ ആണോ, സൗത്ത് പോൾ ആണോ, ഇക്വേറ്ററിന്റെ അടുത്താണോ, അല്ലെങ്കിൽ ഒരു 23rd പാരലൽ നോർത്ത്? ഓക്കെ, അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ മുകളിലേക്ക് എറിയുന്ന ഏത് ഒബ്ജക്റ്റിനും, ഇപ്പൊ ഞാനൊരു ബോൾ മുകളിലേക്ക് എറിഞ്ഞു എന്ന് വിചാരിക്കാം, അതിന് താഴേക്ക് വരാനുള്ള ടെൻഡൻസി കാണും അല്ലെ? അത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണമാണ് ഈ ഒരു പ്രതിഭാസം നടക്കുന്നത്. നമ്മൾ മുകളിലേക്ക് എറിയുന്ന ഏതൊരു സാധനവും താഴേക്ക് വരുന്നത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണമാണ്. ഇനി മുകളിലേക്ക് പോകുന്ന സാധനങ്ങൾ താഴേക്ക് വരാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ എറിഞ്ഞാൽ മാത്രം ആണ് അവർ താഴേക്ക് വരാതെ ഇരിക്കുള്ളൂ. അതിനെ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്നാണ് പറയാം. അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് സ്പേസിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും സെക്കൻഡ് വേഗതയിലാണ് നമ്മൾ എറിയുന്നതെങ്കിൽ ഒബ്ജക്റ്റ് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും ലീവ് ചെയ്ത് പോയിട്ടുണ്ട്, അത് തിരിച്ച് താഴേക്ക് വരില്ല. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എർത്തിന്റെ ഏത് ഭാഗത്താണ് ഗ്രാവിറ്റേഷൻ കുറവ് ഫീൽ ചെയ്യാന്നാണ്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവ് എവിടെയാണെന്നാണ് ഈ ക്വസ്റ്റ്യന്റെ മീനിങ് വരുന്നത്. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ സ്മോൾ ലെറ്റർ ജി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, gm/r². ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ. ഈ ആർ എന്ന് പറയുന്ന എർത്തിന്റെ റേഡിയസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റേഡിയസ് കൂടുതലുള്ള സ്ഥലത്ത് റേഡിയസ് കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. സോ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എക്സാക്ട് സർക്കുലർ ഷേപ്പ് അല്ല, ഇങ്ങനെ ഒരു ഷേപ്പാണ്. സെൻട്രൽ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു ഓവൽ ഷേപ്പാണ് എർത്തിനുള്ളത്. സോ എർത്തിന്റെ സെന്റർ തുടങ്ങി അതിന്റെ പോൾസ് നോർത്ത് ആയാലും സൗത്ത് പോൾ ആയാലും റേഡിയസ് ഇക്വേറ്ററിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഓക്കെ, സോ റേഡിയസ് കുറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്തായിരിക്കും സംഭവിക്കുക? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നോർത്ത് പോൾ ആയാലും സൗത്ത് പോൾ ആയാലും റേഡിയസ് കുറവായതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈ ഭാഗങ്ങളിലെല്ലാം വളരെ കൂടുതലാണ്. ഇക്വേറ്ററിന്റെ അടുത്തേക്ക് വരുമ്പോൾ റേഡിയസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ റേഡിയസ് കൂടുമ്പോൾ നമ്മൾ കണ്ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. സോ ഇതിന്റെ ആൻസർ വരുന്നത് നിയർ ദി ഇക്വേറ്റർ ആണ്. കാരണം ഇക്വേറ്ററിന്റെ അവിടെ റേഡിയസ് കൂടുതലാണ്. റേഡിയസ് കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇതും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗ്രാവിറ്റേഷന്റെ കോൺസെപ്റ്റ് എല്ലാവരും നോക്കി വെച്ചേക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാൻ നമുക്ക് മാത്തമാറ്റിക്സിന്റെ ഏതെല്ലാം സെക്ഷൻസ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാമെന്ന് നോക്കാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഒന്ന് പറഞ്ഞു തരാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആണ് അല്ലേ. ഇതേ ഫോമിൽ വരുന്ന സീക്വൻസ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം എ, ദെൻ സെക്കൻഡ് ടേം a+d,
തേർഡ് ടേം A+2D അങ്ങനെ പോകുന്ന ടേംസ്. അതായത് ആദ്യത്തെ ടേമിൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ ടേം നമ്മൾ ആഡ് ചെയ്തേക്കുന്നു D. ദെൻ ഇതിൻ്റെ കൂടെ സെക്കൻഡ് ടേമിൻ്റെ കൂടെ ആ D ഒന്നും കൂടി ആഡ് ചെയ്തേക്കുന്നു. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സീരീസിനെയാണ് നമ്മൾ പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ടേമിനെ നമ്മൾ ഇനിഷ്യൽ ടേം എന്ന് പറയും. അത് നമ്മൾ A വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. കോമൺ ഡിഫറൻസ് എന്ന് പറയും. നമ്മൾ ഏത് ടേമാണോ ആഡ് ചെയ്ത് പോകുന്നത് അതിന് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയും, D എന്ന് പറയും. രണ്ട് എക്സാമ്പിൾസ് ഒന്ന് നോക്കുക. A = -1 D = 4 ആണെങ്കിൽ ഫസ്റ്റ് ടേം -1 കൂട്ടി പോകേണ്ടത് ഏതാണ്? 4 ആണ്. അപ്പോൾ -1ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ 3 കിട്ടും. 3 + 4 7 ആയി, 7 + 4 11 ആയി. ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ടേം A ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു -3. അങ്ങനെയാണ് ഈ ഫസ്റ്റ് ടേം 7 എഴുതി. ദെൻ സെക്കൻഡ് ടേം 7 -3 അല്ലേ? -3 വീതം കുറച്ച് പോവുക ചെയ്യേണ്ടത് ഇവിടെ. അതായത് ഒന്നില്ലെങ്കിൽ -3 കൂട്ടുക എന്ന് പറയാം, അല്ലെങ്കിൽ 3 കുറച്ച് പോവുക എന്ന് പറയാം. അപ്പോൾ 7 - 4 3 ആയി, 3 - 4 7 - 3 4 ആയി, 4 - 3 1 ആയി, 1 - 3 -2 ആയി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയേക്കുന്നത് അടുത്ത അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് റിസൾട്ടുകൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയാം. അതിലെ ഫസ്റ്റ് വൺ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? A2 - A1 ചെയ്യണം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസുകൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിക്കോളും? കോമൺ ഡിഫറൻസ് കിട്ടിക്കോളും. ജനറൽ ടേം, അതായത് nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് an = A + n - 1 × D. നമുക്കൊരു പർട്ടിക്കുലർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ദെൻ A10 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? A + 9D എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. ഓക്കെ. A50 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? A + 49D എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ അവിടെ ഓർത്തിരിക്കാനായിട്ട്. ദെൻ അടുത്തത് ലാസ്റ്റ് ടേം, nth ടേം ഫ്രം ദ ലാസ്റ്റ് ടേമിൽ നിന്ന് nth ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? n = L - n - 1 × D. 10ാമത്തെ ടേം ആണെങ്കിൽ ഇതിന് പകരം 10 കൊടുക്കുക. ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടാകും, കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ടാകും. ദെൻ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാനുള്ള രണ്ട് ഫോർമുലകളാണ്. നമുക്ക് എയും ഡിയും എന്നും അറിയാമെന്നുണ്ടെങ്കിൽ സം ഓഫ് n ടേംസ്, 10 ടേംസിൻ്റെ തുക അല്ലെങ്കിൽ 20 ടേംസിൻ്റെ സം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എന്നിന് പകരം 10 20 എത്ര എണ്ണാണോ തന്നേക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് n/2 × 2a + n - 1 × D എന്ന് കൊടുക്കാം. ഇനി അതല്ല, നമുക്ക് എയും ഡിയും അറിയില്ല, എ അറിയാം, ഫസ്റ്റ് ടേം അറിയാം, അതുപോലെ ലാസ്റ്റ് ടേം അറിയാമെന്നുണ്ടെങ്കിൽ സം ഓഫ് n ടേംസ് ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? n/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യണം. നമുക്ക് ജസ്റ്റ് രണ്ട് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ A എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 22 തന്നിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് -11 തന്നിട്ടുണ്ട്. സം ഈസ് 66 എന്ന് തന്നിട്ടുണ്ട്. അതായത് എത്രയോ ടേംസുകൾ കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? സം 66 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഓഫ് ദ സീക്വൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നാൽ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് Sn = n/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Sn തന്നിട്ടുണ്ട് 66 ആണ്. അപ്പം നമുക്കതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 66 = n അറിയാൻ പാടില്ല, എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം n അതുപോലെ തന്നെ നിൽക്കട്ടെ. 22 + 11 ആയി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടിക്കോളും? എന്നിൻ്റെ വാല്യൂ കിട്ടിക്കോളും. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് 30ാമത്തെ ടേം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 13th ടേം ഓഫ് ദ സീരീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ സീരീസിന്റെ ഫസ്റ്റ് ടേം എത്രയാണ്? 30 ആണ് അല്ലേ? അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കാം. 25യും 30ഉം ആണ് അല്ലേ? അപ്പോൾ 30ഉം 25 എന്ന് പറയുമ്പോൾ എത്ര വീതമായിരിക്കും? ഇത് കുറച്ച് പോയേക്കുവാണ് അല്ലേ? അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. 30ൽ നിന്ന് 4 കുറച്ചപ്പോഴായിരിക്കും നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടാകുന്നത്? 25 കിട്ടിയിട്ടുണ്ടാവും അല്ലേ? സോ 4.5 അല്ലെങ്കിൽ 9/2 ആയിരിക്കും നമുക്ക് എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ്. പോസിറ്റീവ് ആയിരിക്കില്ല, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ 4 വീതം കുറച്ച് പോയപ്പോഴാണ് നമുക്ക് ഓരോ ടേംസ് കിട്ടിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇത് രണ്ടും ആയി അല്ലേ? 30ാമത്തെ ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ n = എത്രയായിരിക്കും? 30 ആയിരിക്കും. നമ്മളോട് an കണ്ടുപിടിക്കാനുള്ള ഫോർമുല A + n - 1 × D ആണ്. അപ്പോൾ A30 എന്ന് പറയുന്നത് A +
29 ഇൻറ്റു ഡി കിട്ടും. എ അറിയാം, ഡി അറിയാം, അത് രണ്ടും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 30 പ്ലസ് 29 ഇൻറ്റു -9/2 ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ ആയിക്കോളും. സോ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ ഒരുപക്ഷെ സമയം ഉണ്ടാവില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് കാൽക്കുലേഷനിലേക്ക് പോകേണ്ട, ഇതാണ് മെത്തേഡ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ട ഒരു സെക്ഷനാണ്, കുറച്ച് ഫോർമുലകളാണ്, ആവറേജുമായിട്ട് ബന്ധപ്പെട്ട ഫോർമുലകൾ. ആവറേജിന്റെ ഫോർമുലകൾ കാണുന്നത് ഇങ്ങനെയാണ്. ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സം ഓഫ് എലമെന്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ്. ഇതാണ് നമുക്ക് വേണ്ടുന്ന മെയിൻ ഫോർമുല എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് നമ്പേഴ്സിന്റെ ആവറേജുകൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, n നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് ചോദിച്ചാൽ എത്രയാണ് ഫോർമുല? n+1/2 ആണ്. n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ സമ്മ് ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ n എണ്ണം അല്ലേ. അപ്പൊ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടിക്കോളും? n+1/2 കിട്ടിക്കോളും. അതുപോലെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1² പ്ലസ് 2² പ്ലസ് അങ്ങനെ n² വരെയും തന്നാൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് n+1 ഇൻറ്റു 2n+1/6 ആണ്. അതിൻ്റെ സമ്മിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6 ആണ് അതിൻ്റെ സമ്മിൻ്റെ ഫോർമുല. അതിൽ നിന്ന് ആവറേജ് ആകുമ്പോൾ നമ്പർ ഓഫ് എലമെൻസും കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫോർമുലയിലേക്ക് എത്തുന്നത്. ഓക്കെ, ആവറേജിൽ നിന്ന് വരുന്ന ടൈപ്പിലുള്ള ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ മീൻ ഓഫ് 100 ഐറ്റം വാസ് 46. അതായത് ഏതോ ഒരു 100 ഐറ്റംസിൻ്റെ സമ്മ് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, സം എക്സ് എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 100 നമ്പർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 46 ആണ് കിട്ടിയേക്കുന്നത്. ലേറ്റർ ഓൺ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് an item 16 വാസ് മിസ്റീഡഡ് ആസ് 61 ആൻഡ് അനദർ ഐറ്റം 43 വാസ് മിസ്റീഡഡ് ആസ് എത്രയാണ്? 34. It was also found that the number of items were 90 and not 100. Then what is the correct mean എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ കറക്റ്റ് മീൻ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമ്മുടെ സമ്മ് നമുക്ക് എത്ര കിട്ടും? ഇവിടുന്ന് സിഗ്മ എക്സ് എന്നാണ് ഞാൻ സമ്മിനെ ഡിനോട്ട് ചെയ്തേക്കുന്നത് അല്ലേ. സം എന്ന് പറയുന്നത് ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ 46 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 4600 ആയി. ഇനി ഇവിടെ നോക്കുക, സമ്മിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കുക. ഈ കിട്ടിയേക്കുന്ന സം തെറ്റാണ് അല്ലേ. 16 പകരം ഇവിടെ 61 ആയിരുന്നു കൂട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കൂട്ടിയ 61നെ കുറച്ച് കളയാം, എന്നിട്ട് നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള 16നെ കൂട്ടാം. 43 എന്ന് പറയുന്നത് 34 ആയിട്ട് റീഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ 34 ആണ് ഇവർ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 34നെ നമുക്ക് കുറച്ച് കളയാം, എന്നിട്ട് നമുക്ക് വേണ്ട 43നെ നമുക്ക് ആഡ് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ പുതിയ സം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ സം എത്രയാണെന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ സം കിട്ടി. ഓക്കെ, ദെൻ സം കിട്ടി ഡിവൈഡഡ് ബൈ നമ്പർ എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, 90 ആണ്. ചെയ്താൽ നമുക്ക് എത്ര കിട്ടിക്കോളും? പുതിയ ആവറേജ് കിട്ടിക്കോളും. ഓക്കെ, ഇതാണ് അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 6 പോസിറ്റീവ് ഓഡ് നമ്പേഴ്സ് ഈച്ച് ഓഫ് വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 7? അപ്പം ആദ്യത്തെ 7ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കണം, ഓഡ് നമ്പേഴ്സ് കിട്ടുകയും ചെയ്യണം. അപ്പോൾ 7, 21, 35, 49, 63 ആൻഡ് 77 ഇതാണ് ആദ്യത്തെ 6 7ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി കൂട്ടുക, ഡിവൈഡഡ് ബൈ ഇതിൻ്റെ എണ്ണം 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടിക്കോളും? ഇതിൻ്റെ ആവറേജ് എത്രയാണെന്ന് കിട്ടിക്കോളും. ഓക്കെ, ആ 2 സെക്ഷൻസ് ആണ് നമുക്ക് മറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തിരിക്കേണ്ട സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി മെൻ്റൽ എബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ, അത് മിക്കവാറും വർഷങ്ങളിൽ നമ്മളൊരു ഷുവറായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്കതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ എത്രത്തോളം പ്രോബ്ലംസ് ചെയ്യുന്നു അത്രത്തോളമാണ് അതിൻ്റെ നമുക്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്, ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് പറയുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് ഇതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. നമുക്ക് ഈ 2 or 3 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെൻ്റൽ എബിലിറ്റി ആവില്ല എന്തായാലും. ഇതിനകത്ത് ഈ 4 എണ്ണത്തിൽ ഓഡ് വൺ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സ്ക്വയർ ഉണ്ട്, സ്ഫിയർ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്. സ്ക്വയർ, റെക്ടാങ്കിൾ, സർക്കിൾ എന്ന് പറയുന്നതെല്ലാം നമുക്കൊരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ സ്ഫിയർ എന്ന് പറയുന്നത് ഒരു 3D ഫിഗർ ആണ്, നമുക്ക് പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്നതല്ല. സോ സ്ഫിയർ ആയിരിക്കും ഇവിടുത്തെ ഓഡ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് നെക്സ്റ്റ് ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
144 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ ആണ്. 12ന്റെ സ്ക്വയറും 13ഉം. 49 എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തത് 7നേക്കാൾ 1 കൂട്ടിയിട്ടുള്ള 8 ആയിരിക്കും ആൻസർ വരിക. സോ ഈ ഒരു കണക്ഷനൊക്കെ നമുക്ക് കിട്ടി വരണം. കൂടുതൽ പ്രോബ്ലംസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി കിട്ടുകയുള്ളൂ. ദെൻ അടുത്തത് ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യന് മിക്കവാറും നമ്മളോട് ചോദിക്കാറുള്ളതാണ്. ടാലന്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലാറ്റന്റ് എന്ന് എഴുതാം. ദെൻ ക്ലൗഡ്സിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതെങ്ങനെ എത്തി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. LAT എഴുതി പിന്നെ ENT എഴുതി. അതാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? OLC എഴുതണം. ദെൻ OUDS എഴുതണം. OLCUDS. അപ്പം ഏതായിരിക്കും ആൻസർ? C ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ. സോ പെട്ടെന്ന് റിവൈസ് ചെയ്യേണ്ടതും ഒന്ന് ഓർത്തിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ മെമ്മറിയിൽ വെക്കുക കേട്ടോ.